പ്രൈസ് ലോർഡ്. കർത്താവായ Praise the യേശു Lord. ക്രിസ്തുവിന്റെ നിസ്തുല്യ നാമത്തിൽ എല്ലാ പ്രിയപ്പെട്ട ജോയിസ് ടി വി പ്രേക്ഷകർക്കും ഞങ്ങളുടെ സ്നേഹവും വന്ദനവും അറിയിക്കുന്നു. പ്രിയപ്പെട്ട ദൈവമക്കളെ, നിങ്ങളൊക്കെ കർത്താവില് സന്തോഷമായിരിക്കുന്നെന്ന് വിശ്വസിക്കുന്നു. കർത്താവ് എല്ലാ പ്രിയപ്പെട്ടവരെയും ധാരാളം അനുഗ്രഹിക്കുമാറാകട്ടെ. നാം ഒരുപാട് സാക്ഷ്യങ്ങൾ കേൾക്കുന്നവരാണല്ലോ. എന്നാൽ എല്ലാ സാക്ഷ്യങ്ങൾക്കും അതിൻ്റെതായ പ്രത്യേകതകളുണ്ട്. എല്ലാവരുടെയും സാക്ഷ്യങ്ങൾ വ്യത്യസ്തങ്ങളായ സാക്ഷ്യങ്ങളാണ്. അത് ഓരോ ജീവിതങ്ങൾക്കും അനുഗ്രഹമാണ്. ഇന്ന് നാം കേൾക്കാൻ പോകുന്നതും അതുപോലെ വ്യത്യസ്തമായ ഒരു സാക്ഷ്യമാണ്. കർത്താവിന്റെ വലിയ പ്രവൃത്തി ജീവിതത്തിൽ വെളിപ്പെട്ടതായ ഒരു സാക്ഷ്യമാണ്. കരണ്ടടിച്ച് മരിച്ച പോലെ ആയിത്തീർന്ന ഒരവസ്ഥയിലുള്ള ഒരു കർത്താവിന്റെ ദാസന്റെ ഒരു വലിയ സാക്ഷ്യമാണ് നാം കേൾക്കാൻ പോകുന്നത്. ശ്രദ്ധയോട് പ്രാർത്ഥനയോട് ആദ്യോടന്തം നിങ്ങൾ എല്ലാവരും ശ്രദ്ധിച്ചാൽ അത് ജീവിതത്തിൽ വലിയ വിടുതലായി തീരുവാൻ ഇടയായിത്തീരും. ആ പ്രിയപ്പെട്ട കർത്താവിന്റെ ദാസനെ ജോയിസ് ടി വിയിലേക്ക് തന്റെ ജീവിതാനുഭവം ഷെയർ ചെയ്യേണ്ടതിന് ഞങ്ങൾ വളരെയധികം സ്നേഹത്തോടും ആദരവോടും കൂടെ സ്വാഗതം ചെയ്യുന്നു. ആമേൻ. പ്രൈസ് ലോർഡ്. കർത്താവിന്റെ ദാസനെ എന്തുകൊണ്ട് വിശേഷം? ഓക്കെ, കർത്താവ് സഹായിക്കട്ടെ. കർത്താവ് ഉപയോഗിക്കുന്നുണ്ടല്ലോ. കർത്താവിന്റെ ദാസനെ എവിടെ നിന്നാണ് നമ്മോടൊപ്പം ജോയിൻ ചെയ്തിരിക്കുന്നത്? ശുശ്രൂഷയിൽ എവിടെയാണ് ആയിരിക്കുന്നത്? വയനാട് ജില്ലയിലെ മാനന്തവാടി താലൂക്കിൽ കമ്മന ദേശത്ത് എന്നൊരു ഗ്രാമത്തിലാണ് ഞാൻ ജോയിൻ ചെയ്യുന്നത്. ഓക്കെ ഓക്കെ. കർത്താവിന്റെ ദാസനെ അവിടെ കുഞ്ഞുങ്ങളും കുടുംബമായിട്ടാണല്ലോ അല്ലേ? അതെ, ഭാര്യയും 2 മക്കളും ഉണ്ട്. 2 മക്കളും കുടുംബസ്ഥരാണ്. ഭാര്യയും ഞാനും മാത്രമേ ഇപ്പോൾ വീട്ടിലുള്ളൂ. ഓക്കെ ഓക്കെ. കർത്താവ് സഹായിക്കട്ടെ. ദേവദാസൻ ഞങ്ങളോടൊപ്പം ജോയിൻ ചെയ്തിരിക്കുന്നതിൽ ഞങ്ങൾക്ക് ഒത്തിരിയധികം സന്തോഷമുണ്ട്. ദേവദാസനെ കർത്താവ് നടത്തിയ വിധങ്ങളും വഴികളും ഒക്കെ കേൾക്കാൻ ഞങ്ങളും അതിന് ആഗ്രഹത്തോടെ ആയിരിക്കുന്നു. എന്നാൽ ജീവിതത്തിന്റെ അനുഭവത്തിലേക്ക് കടന്നു പോകുന്നതിന് മുന്നമേ തന്നെ നമുക്ക് ദൈവസന്നിധിയിൽ ഒന്ന് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. സ്തോത്രം സ്തോത്രം സ്തോത്രം. പരിശുദ്ധ കർത്താവെ, നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നപ്പാ, വാഴ്ത്തുന്നപ്പാ. അങ്ങയുടെ സാന്നിധ്യം ഞങ്ങളോട് കൂടെ ഇരിക്കുന്നതിനാൽ നന്ദി കർത്താവെ. പ്രിയപ്പെട്ട കർത്താവിന്റെ ദാസനായി പ്രാർത്ഥിക്കുന്നു. കർത്താവ് വിടുവിച്ച വിടുതലൊക്കെ ഒത്തിരി ഉണ്ട് കർത്താവെ. ഹല്ലേലൂയ. ദൈവത്തിന്റെ സ്നേഹം, കരുതല, വിടുതലൊക്കെ കേൾക്കുവാൻ കർത്താവ് ഞങ്ങളെ ഓരോരുത്തരെയും സഹായിക്കണമേ. കേൾവിക്കാർക്ക് അത് അനുഗ്രഹമാകട്ടെ. അങ്ങയുടെ നാമം ഈ സാക്ഷ്യത്തിലൂടെ ഉയർത്തപ്പെട്ടിട്ട് കർത്താവെ ഞങ്ങൾക്ക് പ്രശംസിപ്പാനും പുകഴുവാനും ഒന്നുമില്ല. സകലതും തിരുമേനിയുടെ നാമത്തിന്റെ മഹത്വമാകയാൽ സ്തോത്രം കർത്താവെ ഞങ്ങളെ ഏൽപ്പിക്കുന്നു. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. ഹല്ലേലൂയ. ഓക്കെ. കർത്താവിന്റെ ദാസനെ ഇനിയുള്ള സമയം നൽകി തരികയാണ്. ദൈവദാസന്റെ ജീവിതാനുഭവം ഷെയർ ചെയ്യാവുന്നതാണ്. ഓക്കെ, താങ്ക് യു പാസ്റ്റേ. പേരും കൂടെ പറഞ്ഞേക്കണേ. പേരും കൂടെ. ഓക്കെ. എന്റെ പേര് മാത്യു പി ജെ എന്നാണ്. എന്റെ ഭാര്യ ലില്ലി മാത്യു. ഞങ്ങളെ ഈ സാക്ഷ്യം പറയാനായി ദൈവം എനിക്ക് അവസരമൊരുക്കി തന്ന ദൈവത്തിന് ആദ്യമായി ഞാൻ നന്ദിയും മഹത്വവും കരയറ്റുന്നു. ഈ ജോയിസ് ലൈവിലേക്ക് എന്നെ സാക്ഷി പറയാൻ ക്ഷണിക്കപ്പെട്ട കർത്താവിൻ്റെ ദാസനും ദേവദാസിയും ഇവിടെ അണിയറയിൽ പ്രവർത്തിക്കുന്ന കർത്താവിൻ്റെ ഞാൻ ആയിരിക്കുന്ന പ്രിയപ്പെട്ടവർക്കും കർത്താവായ യേശുക്രിസ്തു നാമത്തിൽ നന്ദിയും വന്ദനവും അറിയിക്കുന്നു. ദൈവം അനുഗ്രഹിക്കുമാറാകട്ടെ. ജോസി ടി വിയെ കുറിച്ച് ഒരു വാക്കിൽ ഞാൻ പറയുന്നു. അനേകരെ ഈ സാക്ഷ്യം പറയുമ്പോൾ ലോകത്തിന്റെ വിവിധ സ്ഥലങ്ങളിൽ നിന്ന് ഈ സാക്ഷ്യങ്ങൾ കേൾക്കുമ്പോൾ അനേകരുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ സംഭവിക്കുന്നതായി ഞാൻ അറിയാനിടയായി. പ്രാർത്ഥിക്കുമ്പോഴും നമുക്ക് മനസ്സിലാകുന്നുണ്ട്. കൂടുതൽ ദൈവം നമ്മുടെ പ്രവർത്തനങ്ങളെ ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ പ്രത്യാശിക്കുന്നു. അതുപോലെ തന്നെ ഈ ഡൽഹിയിൽ താമസിക്കുന്ന ജോൺസൺ പാസ്റ്റർ എന്ന കർത്താവിൻ്റെ ദാസനാണ് എനിക്ക് ജോസ് ടി വിയെ പരിചയപ്പെടുത്തുന്ന ദേവദാസനോടുള്ള നന്ദിയെ ഞാൻ ഈ ദിനത്തിൽ അറിയിക്കുന്നു. അപ്പോൾ തന്നെ ഞാൻ മാനന്തവാടി ആണെന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞു. മാനന്തവാടിയിൽ കമ്മന എന്ന ഗ്രാമത്തിലാണ് ഞാൻ സുവിശേഷ വേല ചെയ്യുന്നത്. സ്വന്തം ദേശത്ത് തന്നെയാണ് ഈ വേല ഇവിടെ ചെയ്യുന്നത്. ഞങ്ങൾക്കൊരു ആലയമുണ്ട്. അപ്പോൾ തന്നെ ഒരു പ്രാർത്ഥന സെല്ല്, ഒരു പ്രെയർ ഗ്രൂപ്പുണ്ട്. 27 പേരടങ്ങുന്ന ഒരു പ്രെയർ ഗ്രൂപ്പുണ്ട്. അപ്പോൾ തന്നെ ഞങ്ങൾക്ക് ഒരു ഡി അഡിക്ഷൻ സെന്റർ ഇവിടെ പ്രവർത്തിക്കുന്നു. കർത്താവിൻ്റെ കൃപയാൽ ഞങ്ങളെ ശക്തമായി വിവിധ സ്ഥലങ്ങളിൽ ഇന്ത്യയിലും പുറത്തുമുള്ള സ്ഥലങ്ങളിലൊക്കെ ശക്തമായി ശുശ്രൂഷയ്ക്കും പരിശുദ്ധാത്മാവ്
എന്നെ ദൈവം ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന സാക്ഷ്യങ്ങളൊക്കെയും ഞാൻ ഈ ജോയ്സ് ടിവിയിൽ കൂടെ പ്രസ്താവിക്കപ്പെടുമ്പോൾ കേൾക്കുന്ന പ്രേക്ഷകരോട് പ്രത്യേകമായി അവരുടെ സ്വീകരിക്കാൻ അവരെ ക്ഷണിച്ചുകൊണ്ട് ദൈവസന്നിധിയിൽ അവർക്കും വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. അവരുടെയും ജീവിതത്തിൽ എൻ്റെ സാക്ഷ്യവും ദൈവം ചെയ്ത നന്മകളും പ്രവൃത്തികളും ദൈവത്തിന്റെ അത്ഭുതങ്ങളും വിടുതലുകളും രോഗസൗഖ്യങ്ങളും നടന്ന കാര്യങ്ങൾ അറിയുമ്പോൾ കേൾക്കുമ്പോൾ അവരുടെ ജീവിതത്തിലെ അനുഭവം ഉണ്ടാകട്ടെ. അവരെ കേൾക്കുന്നവർക്കെല്ലാം ഒരു വലിയ അനുഗ്രഹമായി തീരട്ടെ എന്നും പ്രത്യാശയോടെ ഞാൻ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുന്നു. അതുകൊണ്ട് എൻ്റെ സാക്ഷ്യത്തിലേക്ക് തിരിയുന്നു. ദൈവം അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് ഓർപ്പിക്കുന്നു. ഞാൻ പറഞ്ഞതുപോലെ എൻ്റെ ഞാൻ കോട്ടയം ജില്ലയിൽ അപ്പാഞ്ചിറ എന്ന് പറഞ്ഞ സ്ഥലത്താണ് എൻ്റെ ജനനം. അവിടെ ഞാൻ ചുരുങ്ങിയ കാലങ്ങൾ മാത്രമേ എനിക്ക് അവിടെ താമസിക്കുവാൻ കഴിഞ്ഞുള്ളൂ. ചെറിയ പ്രായത്തിൽ തന്നെ 4ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയം എനിക്ക് ഓർമ്മയുണ്ട്. അവിടുന്ന് പാലക്കാട് നിന്ന് ചുരുങ്ങിയ വർഷങ്ങൾ മാത്രം, ചുരുങ്ങിയ നാളുകൾ കഴിഞ്ഞപ്പോൾ തിരിച്ച് വയനാട്ടിൽ വന്ന് എൻ്റെ ഏകദേശം 12ാമത്തെ വയസ്സിൽ ഞാൻ വയനാട്ടിൽ വന്നതാണ്. എൻ്റെ പിതാവ് ചേർത്തലക്കാരനാണ്. എൻ്റെ മാതാവ് കോട്ടയം ജില്ലയിലെ അപ്പാഞ്ചിറ മാന്നാർ എന്ന് പറയുന്ന സ്ഥലത്താണ്. എൻ്റെ മാതാപിതാക്കളും അവരെ കത്തോലിക്ക വിഭാഗത്തിൽ ഉള്ളവരാണ്. അവരുടെ കുടുംബങ്ങളിൽ അച്ഛന്മാരും കന്യാസ്ത്രീമാരും നിറഞ്ഞ ഒരു കുടുംബമാണ് അവര്. എൻ്റെ പിതാവ് ഒരു വലിയ ബിസിനസ്സുകാരനായിരുന്നു. അവരുടെ ബിസിനസ്സിലെല്ലാം കടഭാരം വന്ന് അവിടുന്ന് വിറ്റ് അതുകൊണ്ടാണ് നാട്ടിൽ നിന്ന് പാലക്കാടും പിന്നെ അവിടുന്ന് ബിസിനസ് ചെയ്ത് അതും വിറ്റ് വയനാട്ടിൽ വരുമ്പോൾ ചുരുങ്ങിയ പൈസകൾ മാത്രമേ ഉണ്ടായിരുന്ന അല്പം സ്ഥലം മേടിച്ച് ഇവിടെ താമസം തുടങ്ങി. ആ താമസം തുടങ്ങിയപ്പോൾ ദാരിദ്ര്യം കൊണ്ട് നിറഞ്ഞ് എൻ്റെ സഹോദര ഞങ്ങൾ 8 മക്കളാണ്. 8 മക്കളിൽ 7ാമത്തെ ആളാണ് ഞാൻ. അവരെല്ലാവരും കത്തോലിക്കലാണ്. ഇപ്പൊ 3 എൻ്റെ ജ്യേഷ്ഠന്മാര് മരണപ്പെട്ടു, മാതാവും പിതാവും മരണപ്പെട്ടു. എങ്കിലും ഞാൻ മാത്രമേ ഉള്ളൂ പെന്തക്കോസ്ത അനുഭവത്തിലുള്ള വിശ്വാസത്തിൽ വന്നിട്ട് അതിലൂടെയുള്ള ഒരുപാട് പീഡനങ്ങളും ഒരുപാട് ബുദ്ധിമുട്ടുകളും സഹിച്ചാണ് അവൻ കർത്താവിന്റെ വേലയിൽ ആ സാക്ഷ്യത്തെ കുറിച്ചൊക്കെ ഓർമ്മപ്പെടുത്തുക, ദൈവം ചെയ്ത അത്ഭുതങ്ങളെ പറയുക. ഇതായിരുന്നു എൻ്റെ ജീവിതത്തിൽ എനിക്ക് തന്ന അനുഭവങ്ങൾ. കുട്ടിക്കാലത്ത് തന്നെ വളരെ കഷ്ടങ്ങളിലൂടെ വയനാട്ടിൽ വന്ന് ജീവിക്കുന്ന കാലഘട്ടങ്ങളിൽ പഠനമൊക്കെ വളരെ ബുദ്ധിമുട്ടായിരുന്നു. പ്രത്യേകിച്ച് വയനാട്ടിൽ വന്നു കഴിഞ്ഞപ്പോൾ എനിക്ക് ഈ കാലാവസ്ഥ, ഇവിടുത്തെ ക്ലൈമറ്റ് എനിക്ക് പിടിക്കാണ്ടായി. ഞാനൊരു രോഗിയായിട്ടുള്ളൂ, നിത്യരോഗിയായെന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ഹോസ്പിറ്റലുകളിൽ മുഴുവനും ഞാൻ ചികിത്സയ്ക്ക് ഇടയ്ക്കിടയ്ക്ക് എനിക്ക് ഒരാഴ്ച വീട്ടിൽ നിന്നാൽ പിറ്റേ ആഴ്ച ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആവും. അങ്ങനെ ഞാൻ വളരെ ബുദ്ധിമുട്ടി. എൻ്റെ ബാല്യകാലം എനിക്ക് ഈ എന്നാൽ ഡോക്ടർ പരിശോധിക്കുമ്പോൾ രോഗമില്ല, ശ്വാസകോശത്തിലുള്ള ബുദ്ധിമുട്ടുണ്ട്, ഹാർട്ട് വേദനയുണ്ട്, ഇങ്ങനെയുള്ള ബുദ്ധിമുട്ടുണ്ട്. ഞാൻ കർണാടകത്തിലും മറ്റ് കോഴിക്കോട് മെഡിക്കൽ കോളേജുകളിൽ അവിടെ എല്ലായിടത്തും കടന്നുപോയി. അവിടെ ഒന്നും എനിക്ക് ഒരു മാറ്റവും സംഭവിച്ചില്ല. എന്നാൽ ആ കാലഘട്ടങ്ങളിൽ അതോടുകൂടി തന്നെ ആ ബുദ്ധിമുട്ടും ദാരിദ്ര്യവും ഉള്ള കാലഘട്ടങ്ങളിൽ തന്നെ ഞാൻ പഠനത്തിന്റെ ഒക്കെ പൂർത്തീകരണം കഴിഞ്ഞ് ഇതോടൊപ്പം തന്നെ ഒരു ചെറിയ ജോലിയിൽ ഇവിടെ ബിഷപ്പ് ഹൗസിലെ ഒരു ബിൽഡിംഗ് സൂപ്പർവൈസറായിട്ട് എനിക്ക് ഒരു ജോലി ലഭിക്കാൻ ഇടയായി. ഇവിടുത്തെ വൈദികൻ ഞങ്ങളുടെ ഏറ്റവും അടുത്ത അച്ഛനായിരുന്നു. ഞങ്ങളുടെ പള്ളിയുടെ അടുത്ത് ചേർന്നാണ് ഞങ്ങളുടെ വീട്. അതുകൊണ്ട് ഞങ്ങളോട് കരുണ കാണിച്ച് ഞങ്ങളുടെ ബുദ്ധിമുട്ട് മനസ്സിലാക്കി എനിക്ക് ആ ജോലി തന്നു. ആ ജോലി കുറച്ചു കാലം കഴിഞ്ഞപ്പോൾ അതിൽ നിന്ന് ആ ജോലി കഴിഞ്ഞു. അത് കഴിഞ്ഞപ്പോൾ ഞാനൊരു കോൺട്രാക്ടറായി വർക്ക് ചെയ്യാൻ, ബിൽഡിംഗ് കോൺട്രാക്ടറായിട്ട് ജോലി ചെയ്യാൻ ഇടയായി. ആ ജോലി ശേഷമായിട്ട് ആ ജോലി എടുക്കുമ്പോഴും ഞാൻ എത്ര ജോലി ചെയ്താലും എനിക്ക് പിന്നെ വലിയ ബുദ്ധിമുട്ടാണ്. ഒരു പൈസയും കയ്യിലുണ്ടാവില്ല, ഹോസ്പിറ്റലിൽ കൊടുക്കാൻ മാത്രമേ ഉള്ളൂ. ഈ കാലഘട്ടങ്ങളിൽ ഞാൻ വളരെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നു. അതിനുശേഷം ഞാൻ ഒരുപാട് നേർച്ച സ്ഥലങ്ങളിലൊക്കെ ഞാൻ ചുറ്റി ഒരുപാട് സ്ഥലങ്ങളിൽ വർഷാവർഷവും ഇടയ്ക്കുള്ള എല്ലാ സമയങ്ങളിലും ഞാൻ നേർച്ചകൾ നടത്താൻ പോകും. അതുപോലെ തന്നെ നേർച്ച മാത്രമല്ല,
അതിനുവേണ്ടി ഇനി ഒരു ഭക്തന അന്നത്തെ വിശ്വാസത്തിന്റെ സംബന്ധിച്ച് നോക്കുമ്പോൾ ആ കാലത്തെ വിശ്വാസത്തിൽ ഒരു ഭക്തനായി ജീവിച്ച ഒരു വ്യക്തിയാണ് എൻ്റെ ബാല്യം മുതൽ. ആർക്കും ഒരു തിന്മയൊന്നും ചെയ്യാതെ നന്നായി ഒക്കെ പോകണമെന്ന് ആഗ്രഹിച്ചതാണ്. പക്ഷെ എൻ്റെ ജീവിതത്തിൽ എനിക്ക് രോഗത്താൽ പിടിക്കപ്പെട്ട് ഞാൻ എൻ്റെ ശരീരത്തിൽ വെള്ളം പോലും ഇല്ലാത്ത രീതിയിൽ ഞരമ്പുകളൊക്കെ തടിച്ച് അസ്ഥികളൊക്കെ മാത്രം കാണുന്ന ഒരു അനുഭവമായിരുന്നു എൻ്റെ ജീവിതം. ആ കാലഘട്ടങ്ങളിൽ ഒക്കെയും കഷ്ടങ്ങൾ അനുഭവിച്ചു. പിന്നത്തേതില് വരും. ഞാൻ സ്ഥലം പറയുന്നതുകൊണ്ട് കുഴപ്പമില്ലല്ലോ, ഞാൻ പറയാം. ഫർലങ്ങാനം ഞാൻ നേർച്ച സ്ഥലത്ത് പോകുമായിരുന്നു എല്ലാ വർഷവും. മലയാറ്റൂര് പോകുമായിരുന്നു. അതുപോലെ മാഹിയിൽ പോകുമായിരുന്നു. പിന്നെ അതിനിടയിലുള്ള ചില അമ്പലങ്ങളിലൊക്കെ അവിടെയും പോകുമായിരുന്നു, കാണും. അങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ നിവേദനകള് കൂടാൻ പോകുമായിരുന്നു. അതൊക്കെ എന്നിട്ടൊന്നും എനിക്കൊരു മാറ്റവും ഇല്ല, എൻ്റെ ജീവിതത്തിൽ ഒരു മാറ്റവും ഇല്ല. ഞാനിങ്ങനെ ജോലി ചെയ്യുന്ന ആ പൈസ കിട്ടുന്നത് ഹോസ്പിറ്റലിൽ കൊടുക്കുന്നു, എൻ്റെ കയ്യിൽ ഒരു പൈസയില്ല. അങ്ങനെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന അങ്ങനെ മുമ്പോട്ട് കടന്നുപോയ സമയത്ത് എനിക്ക് എൻ്റെ 23-ാമത്തെ വയസ്സിൽ എനിക്ക് വിവാഹം എൻ്റെ വീട്ടിലെ മറ്റു ജ്യേഷ്ഠന്മാരൊക്കെ വിവാഹം കഴിച്ച് മാറിപ്പോയത് കൊണ്ട് ഞാൻ വിവാഹം കഴിക്കണം ആഗ്രഹിച്ചു. എൻ്റെ ഭാര്യ ലില്ലി മാത്യു, അത് ഇവിടുന്ന് 10 കിലോമീറ്റർ പോകും. അവിടുന്ന് ഞാൻ വിവാഹം കഴിച്ചു. എൻ്റെ ഭാര്യയും ഞാനുമായിട്ട് പിന്നെ മുമ്പോട്ട് ജീവിച്ചു. എന്നാലും എനിക്ക് രോഗം കൊണ്ട് മാറ്റമില്ല. എനിക്ക് അതിനുശേഷമായിട്ട് ഒരു കുഞ്ഞുണ്ടായി. അങ്ങനെ ആ വിശ്വാസത്തിലൊക്കെ മുമ്പോട്ട് ജോലിയും കൊണ്ട് പോയി. പക്ഷെ എടുക്കുന്ന പണികളെല്ലാം നഷ്ടവും വരുന്നു, സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ വരുന്നു. ഞാനൊരു ദിവസം എന്ന് പറഞ്ഞാൽ 5 പ്രാവശ്യമെങ്കിലും കത്തോലിക്ക വിശ്വാസം അനുസരിച്ചുള്ള പ്രാർത്ഥനകൾ നടത്താം. അതൊന്നും എനിക്കൊരു മാറ്റവും സംഭവിക്കാതെ വളരെ വേദനിക്കപ്പെട്ടു. അങ്ങനെ ഇരിക്കെ ഞാനൊരു ധ്യാനം കൂടാൻ പോകാൻ കർത്താവിനെ ആഗ്രഹിച്ചു. എൻ്റെ ഭാര്യ ലില്ലിയും പറഞ്ഞു നമുക്ക് ഒരു ധ്യാനം കൂടാൻ പോകാം. അപ്പോൾ ഞാൻ അതിനുവേണ്ടി കോട്ടയം എന്ന് പറയുന്ന സ്ഥലത്ത് ധ്യാനത്തിന് കടന്നു. ധ്യാനം കൂടാൻ കടന്നു ഞാൻ അവിടെ ചെന്നപ്പോൾ ഞാന് പിന്നെ വേറെ മറ്റുള്ള ദുശീലങ്ങളൊന്നും എനിക്കില്ല, എങ്കിലും ചില പകോര ശീലങ്ങളൊക്കെ ഉണ്ടായിരുന്നു, അത്രേ ഉള്ളൂ. വേറെ ശീലങ്ങളൊന്നും ഇല്ലായിരുന്നു. അതെല്ലാം ഒഴിവാക്കിക്കൊണ്ട് അവിടെ റേസ് ചെയ്തു. ഒരു ദിവസം അവിടെ ഇരുന്നു. 2-ാമത്തെ ദിവസം എനിക്ക് വീണ്ടും ബ്ലഡ് ഞാൻ ഒമിറ്റ് ചെയ്തു. ബ്ലഡ് ലൂസ് മോഷനായി. അവിടുന്ന് അവരുടെ ഹോസ്പിറ്റലിൽ ഒരു ദിവസം അവിടെ കിടന്നു. അവിടുന്ന് തന്നെ ഈ പൈസ അവിടെ കൊടുത്തിട്ട് അവിടുന്ന് ഞാൻ ഡിസ്ചാർജ് ചെയ്ത് എൻ്റെ വീട്ടിലേക്ക് തിരിച്ചു വന്നു. അന്ന് ഞാനിവിടെ ഹോസ്പിറ്റലിൽ പോയി അഡ്മിറ്റായി. ന്യൂമോണിയ പനി. എല്ലാ വർഷവും ന്യൂമോണിയയും ടൈഫോയിഡും മാറി. അതിനിടയിലുള്ള രോഗം ഇത്. അങ്ങനെയാണ് ഞാൻ കഷ്ടങ്ങളിലൂടെ നടന്നത്. അങ്ങനെ അപ്പോൾ എനിക്ക് അവിടുന്ന് ഒരു വാക്യം എൻ്റെ ഹൃദയത്തിൽ ദൈവം തന്ന അവര് സംസാരിച്ചൊരു വാക്യമുണ്ട്. അത് മർക്കോസിന്റെ സുവിശേഷം 12-ാം അധ്യായത്തിലാണ്. നിങ്ങൾ എൻ്റെ ദൈവമായ യഹോവയെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണ ശക്തിയോടും സേവിക്കുക മാത്രം ചെയ്യുക എന്ന് ഈ വാക്യം എൻ്റെ ഓർമ്മയുള്ളൂ. അത് മാത്രം ഓർമ്മയുള്ളൂ. അങ്ങനെ ഈ ഹോസ്പിറ്റലിലെ ഡിസ്ചാർജ് കഴിഞ്ഞ് വീട്ടിൽ വന്ന് ഞാൻ ഈ വേദപുസ്തകത്തിൽ നോക്കി ആ വാക്യം കണ്ടുപിടിച്ചു. അങ്ങനെ അതിൽ കൂടെ ഞാൻ പ്രാർത്ഥന ആരംഭിച്ചു. അതിൽ കൂടെ ആരംഭിച്ച അതിനുശേഷം പിന്നെ ഞാൻ ഈ ദൈവത്തോട് എൻ്റെ ആ ഭാഷയിൽ, ഞാൻ അറിയുന്ന ഭാഷയിലൊക്കെ പ്രാർത്ഥിക്കാൻ തുടങ്ങി. അതിലെനിക്ക് ദൈവത്തിന്റെ ആത്മാവ് എന്നോട് ഹൃദയത്തിലൊരു പ്രാർത്ഥന വിഷയം തോന്നി. നീ ഇങ്ങനെയല്ല പ്രാർത്ഥിക്കേണ്ട വിധം ഒരു ശബ്ദം ഞാൻ കേൾക്കുക. നീ പ്രാർത്ഥിക്കേണ്ട വിധം ഇങ്ങനെയാണെന്ന് പറഞ്ഞ് എന്നെ പഠിപ്പിക്കുക ദൈവം. അങ്ങനെ ഞാൻ ആ പ്രാർത്ഥനയെ കുറിച്ച് എൻ്റെ പാവങ്ങൾ ഞാൻ ഏറ്റുപറഞ്ഞു, എൻ്റെ കുറവുകൾ ഏറ്റുപറഞ്ഞു, ജീവിതത്തിൽ വന്ന പരാജയങ്ങൾ ഏറ്റുപറഞ്ഞു. ഇങ്ങനെ പ്രാർത്ഥിക്കുക എന്ന് ദൈവത്തിന്റെ ആത്മാവ് എൻ്റെ ഹൃദയത്തിൽ ആരോ സംസാരിക്കുന്ന പോലെ തോന്നി. അപ്പോൾ എനിക്ക് തോന്നി, പിന്നീടാണ് എനിക്ക് തോന്നിയത് ഇത് ദൈവാത്മാവാണ് സംസാരിക്കുന്നത് എന്ന് എനിക്ക് തോന്നി. അതിനുശേഷം ഇങ്ങനെ ഞാൻ കുറച്ചു കാലം മുമ്പോട്ട് പോയി. എൻ്റെ ജീവിതത്തിലെ ജോലി കാര്യങ്ങളിലൊക്കെ എനിക്ക് ചില പരാജയങ്ങൾ വീണ്ടും വന്നു.
നഷ്ടങ്ങളും കഷ്ടങ്ങളും എനിക്കുണ്ടായിരുന്ന സ്ഥലവും വിറ്റ്, കുറച്ച് സ്ഥലം ഉണ്ടായിരുന്നു അത് വിറ്റു. എൻ്റെ ഭാര്യയുടെ അന്ന് സ്വർണ്ണാഭരണങ്ങൾ ഉണ്ടായിരുന്നു അതെല്ലാം വിറ്റ് കടം വീട്ടിയതിന് ശേഷവും പിന്നെ എനിക്ക് പിന്നെയും അന്ന് കടം മാത്രമേ ബാക്കി. അങ്ങനെ ഈ പ്രാർത്ഥന ആരംഭിച്ച് ചില നാളുകൾ ഞാൻ ഒരു ദിവസം ഞാൻ എൻ്റെ ഭാര്യ വീട്ടിൽ കടന്നു പോയി. അത് അവിടെ വിശേഷം അറിയാൻ പോയത്. അവിടെ ചെന്നപ്പോൾ ഒരു ദൈവദാസനും ദൈവദാസിയും കൊണ്ട് അവിടെ ഇരുന്ന് വചനം പറയും. അപ്പൊ ഞങ്ങളുടെ ഈ ദേശത്ത് ഒരു പാസ്റ്റർമാരെന്ന് പറഞ്ഞ ആളുകളെ ഞാൻ കണ്ടിട്ടില്ല. ഇങ്ങനെ വേണ്ട ഒരു പെന്തക്കോസ്തുകാരെന്ന് പറഞ്ഞ ഇവിടെ ഇല്ല. അങ്ങനെ ആരെങ്കിലും ഉണ്ടെങ്കിൽ തന്നെ എനിക്ക് എൻ്റെ അറിവില് പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്, അവരെ തെളിവ് പറയുക, അവരെ ചീത്ത വിളിച്ച് അവരെ ഓടിക്കുക എന്നുള്ളത് ഞാൻ കേട്ടിട്ടുള്ളൂ. അങ്ങനെ അവിടെ ചെന്നപ്പോൾ ഒരു ദൈവാസന സുവിശേഷം പറയുന്നു, അമ്മയോട് സുവിശേഷം പറയും. ഞാനും അല്പസമയം അടുത്തുപോയി വചനം സംസാരിച്ചുകൊണ്ട് ഞാൻ ശ്രദ്ധയോടെ കേട്ടു. എല്ലാം കഴിഞ്ഞിട്ട് ഞാൻ ചോദിച്ചു, ദൈവാസന എൻ്റെ വീട്ടിൽ വരെ എന്ന് വരുമോ? അപ്പൊ ഇദ്ദേഹം സന്തോഷത്തോടെ വരാം, ഞങ്ങൾ വരാമെന്ന് പറഞ്ഞു. അപ്പൊ എൻ്റെ കയ്യില് വണ്ടിക്കൂലിക്ക് കഷ്ടി പൈസയേ ഉള്ളൂ. അവിടുന്ന് ഇദ്ദേഹത്തെയും ഭാര്യയും കൂട്ടി ഞങ്ങളുടെ റൂട്ടിൽ ഒരു ബസ് ഓടുന്നുണ്ട്, ആ ബസ്സിൽ കയറ്റി വീട്ടിൽ കൊണ്ടു. വീട്ടിൽ വന്ന് ഞങ്ങളോട് സുവിശേഷമൊക്കെ പറഞ്ഞ് ഞാൻ കുറെ നേരം കേട്ടു, ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. പ്രാർത്ഥനയെല്ലാം കഴിഞ്ഞപ്പോൾ ഉച്ചയായി, ഭക്ഷണം കൊടുക്കാനില്ല. അപ്പൊ ഞാൻ ലില്ലിയോട് ചോദിച്ചു, ലില്ലി എന്താ ചെയ്യുക, അദ്ദേഹത്തിന് അവർക്ക് വിശക്കുന്നുണ്ടാകും, ഭക്ഷണം കൊടുക്കും. ഞങ്ങളുടെ സമുദായത്തിലെ നമുക്ക് അങ്ങനെ ഒരു ആൾക്കാർക്ക് കൊടുക്കുന്ന കാര്യമോ ഒന്നും നമുക്ക് പരിചയമില്ല. അങ്ങനത്തെ ഒരു ഞങ്ങളുടെ അന്നത്തെ കാലത്തെ അച്ഛന്മാർക്കോ മറ്റാർക്കോ അങ്ങനെ കൊടുക്കുന്ന ഒരു സ്വഭാവം നമുക്കില്ല. എന്നാൽ അന്ന് ദൈവം ഹൃദയത്തിൽ തോന്നിച്ചു. അപ്പൊ ലില്ലി പറഞ്ഞു, നമുക്ക് അല്പം ചോറിരിപ്പുണ്ട്, അത് നമുക്കുള്ളതാണ്. ഞാൻ പറഞ്ഞു, അത് അവർക്കും കൊടുത്തു. അങ്ങനെ അവരവിടെ ഇരുന്ന് അത് കഴിച്ചു. എന്നിട്ട് ഞാൻ നോക്കുമ്പോൾ വണ്ടിക്കൂലി കൊടുക്കാൻ പൈസ ഇല്ല. ഞാൻ വിളിച്ചുകൊണ്ട് വന്നതല്ലേ, പൈസ കൊടുക്കണമെന്ന് എനിക്കറിയില്ല. അങ്ങനെ എൻ്റെ ഹൃദയത്തിൽ വീണ്ടും ദൈവം ഇങ്ങനെ ഒരു ചിന്ത തന്നു, നീ ഉള്ളത് എടുത്തു കൊടുക്കി എന്ന് പറഞ്ഞു. ഞാൻ എല്ലാവരുടെ 50 പൈസ 1 രൂപ പിറക്കി 25 രൂപ എടുത്ത് കൊടുത്തു ഉണ്ടായിരുന്നു. അത് അവരവിടെ നിന്ന് പ്രാർത്ഥിച്ചു, ഞങ്ങളെ അനുഗ്രഹിച്ചിട്ട് പോയി. അദ്ദേഹത്തിന്റെ പേര് ശമൂൽ എന്നാണ്. അദ്ദേഹം മരിച്ചുപോയി. ഒരു നല്ലൊരു ദൈവാസന. അതിനുശേഷം അദ്ദേഹം ഒരു പ്രാവശ്യം കൂടെ ഒക്കെ ഇവിടെ വന്നു, പിന്നെ 2 പ്രാവശ്യം വന്നിട്ടുണ്ട്. ആ പ്രാർത്ഥനയോടുകൂടി എൻ്റെ ജീവിതത്തിലെ മാറ്റം വന്നത്. ഞാന് ദൈവത്തെ വിളിക്കാൻ പ്രാർത്ഥിക്കാനൊക്കെ എനിക്ക് പഠിക്കാൻ തുടങ്ങി. ആ പ്രാർത്ഥന കഴിഞ്ഞ് പിന്നെ എനിക്ക് ഓരോ നിമിഷങ്ങളും പ്രാർത്ഥിക്കേണ്ട വിധങ്ങൾ, സമയങ്ങൾ ചെലവിടുക, ദൈവസേന ഇരിക്കുക. ഞാനും ലില്ലിയും പോലെ ഇരുന്ന് പ്രാർത്ഥിക്കും, കുഞ്ഞുങ്ങളെയും വിളിക്കും, അറിയാവുന്നവരൊക്കെ പ്രാർത്ഥിച്ചോളൂ. ഇങ്ങനെ ഇരിക്കുക ഒരു സമയം, ഒരു ദിവസം ഞങ്ങളിവിടെ ഇവിടെ ഒരു അച്ഛൻ, ഒരു ഇച്ചിരി പ്രായമുള്ള അദ്ദേഹം സമുദായ സഭയിൽ നിന്ന് എന്തോ ഒരു പ്രശ്നം ഉണ്ടാക്കി. ആ ഇടയില് അദ്ദേഹം പെന്തക്കോസ്ത് കൂട്ടായ്മയിലേക്ക് പോയി അറിയുന്നു. ഇപ്പൊ വീടിന്റെ തൊട്ടടുത്ത് അദ്ദേഹത്തിന് പെന്തക്കോസ്ത് ചർച്ച് കുറെ ദൂരമാണ്. അപ്പൊ അദ്ദേഹം ആ പാസ്റ്ററോട് പറഞ്ഞിട്ട് ഉച്ച കഴിഞ്ഞിട്ട് അവരുടെ വീട്ടിലൊരു അദ്ദേഹത്തിന് വേണ്ടി മാത്രം ഒരു പാസ്റ്റർ വന്ന് പ്രാർത്ഥന. അപ്പൊ എന്നെ എങ്ങനെ വിളിച്ചു, വാ എന്ന് പറഞ്ഞു. ഞങ്ങളെങ്ങനെ പോകാൻ മടിച്ചു, പെന്തക്കോസ്തിൽ പോകുന്നതിന് താല്പര്യമില്ല. അങ്ങനെ ഇടയ്ക്ക് പിന്നെ ഞാൻ നിർബന്ധത്താൽ പോയിരുന്നിട്ട് തിരിച്ചുപോയി. ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് എൻ്റെ ഭാര്യയുടെ വേണ്ടി ഞാനും എൻ്റെ ഭാര്യയുടെ ചേച്ചിയുടെ വീട് ഡിഫൻസിലെ ജോലിയുണ്ട്, മധ്യപ്രദേശ്. ഞങ്ങള് ഒന്ന് പോകാം, ഏതായാലും പണിയൊക്കെ കുറവാണ്, ജോലി കുറവാണ്. ഞാൻ കോൺട്രാക്ടറാണ്, പക്ഷെ കുറവാണെന്ന് വിചാരിച്ച് ഞാൻ അവിടേക്ക് മധ്യപ്രദേശിലേക്ക് പോകാൻ തയ്യാറെടുത്തു. ഞാനും അളിയനും കൂടെ പോകുന്നു. അവിടെ ചെന്ന് അവര് ഒരു റൂം ഞങ്ങൾക്ക് തന്നു, ഒരു ബെഡ്. ഞങ്ങൾ 2 പേരും ചെന്ന് ആ ബെഡിൽ കിടന്ന് രാത്രി എപ്പോഴാണ് എന്നെ തട്ടി ഉണർത്തിയതെന്ന് എനിക്കറിയത്തില്ല. ദൈവത്തിന്റെ ആത്മാവ് എന്നെ തട്ടി ഉണർത്തി. ഞങ്ങൾ 2 പേരും ഒരു കട്ടിലേലാണ്, ഒരു ബെഡിലാണ് കിടക്കുന്നത്. പക്ഷെ ദൈവം എന്നോട് സംസാരിക്കാൻ തുടങ്ങി. ഞാൻ എൻ്റെ കുറവുകളും ജീവിതത്തിൽ വന്ന തെറ്റുകളും കാര്യം ഏറ്റുപറയാൻ തുടങ്ങി. അങ്ങനെ എന്നെ കരഞ്ഞ് കണ്ണുനീരോടെ എത്ര സമയം ഞാൻ പ്രാർത്ഥിച്ചുവെന്നും എപ്പോൾ ഞാൻ എഴുന്നേറ്റുവെന്നും എനിക്ക് ഓർമ്മയില്ല. അങ്ങനെ പരിശുദ്ധാത്മാവിനാൽ എന്നെ നിറച്ചു. എനിക്ക് പരിശുദ്ധാത്മാവിന് ശക്തി അതൊന്നും മനസ്സിലായില്ല, പക്ഷെ എനിക്കൊരു പുതിയ മനുഷ്യനാൽ ഞാൻ രൂപാന്തരം.
അന്ന് എനിക്ക് അവിടുന്ന് വെളിപ്പാട് മധ്യപ്രദേശിൽ നിന്ന് ഞാൻ താമസിക്കുന്ന വീട്ടില് നടക്കാൻ പോകുന്ന കാര്യങ്ങളെ കുറിച്ച് ദൈവം എന്നെ വെളിപ്പാട്. ഇപ്പോൾ ഞങ്ങൾ വെച്ച ആലയം, എനിക്ക് മുമ്പോട്ടുള്ള പ്രവർത്തനങ്ങൾ പരിശുദ്ധാത്മാവിനെ അറിയിക്കാനിടയായി. അങ്ങനെ അന്ന് ഞാൻ രക്ഷിക്കപ്പെട്ടിട്ട് പോലും ഇല്ല. എന്നാൽ ഇങ്ങനെ വചനം കേട്ട് പോകുന്ന സമയം അത്രോ. എന്നാൽ ദൈവത്തിന്റെ ആത്മാവിനെ കൃപാവരങ്ങളാൽ നിറച്ച് അഭിഷേകത്തിന്റെ ശക്തിയാൽ അന്യഭാഷയിൽ, ഞാൻ പ്രാർത്ഥിക്കുന്ന ഭാഷ എനിക്കറിയില്ല, പരിശുദ്ധാത്മാവിനെ അഭിഷേകം ചെയ്തു. ആ നിറവിലും ശുശ്രൂഷയിലും പിറ്റേ ദിവസം ഞാൻ എൻ്റെ ജ്യേഷ്ഠനോട് പറഞ്ഞു, സഹോദരനോട്, എനിക്ക് എത്രയും പെട്ടെന്ന് നാട്ടിലേക്ക് പോകാം. എന്നോട് പറഞ്ഞു, അല്ല മാത്യു, ഇപ്പൊ പോകണ്ട, നമുക്ക് ടിക്കറ്റ് കിട്ടത്തില്ല, അപ്പൊ നമ്മൾ വന്നത് ഒരാഴ്ചത്തേക്ക് കഴിഞ്ഞ് പോകാൻ. ഞാൻ പറഞ്ഞില്ല, എനിക്കിനി ഇവിടെ ഒരു നിമിഷം നിൽക്കാൻ പറ്റില്ല. ഞാൻ അവരോട് പറഞ്ഞില്ല. എന്റെ കൂടെ കിടന്ന അളിയൻ പോലും, ഒരു സഹോദരൻ പോലും അറിഞ്ഞില്ല എനിക്കെന്താ സംഭവിച്ചത്. അപ്പോൾ തന്നെ ഞാൻ നിർബന്ധിച്ചു. അങ്ങനെ അവര് മിലിറ്ററിക്കാരായതുകൊണ്ട് അവർക്ക് ടിക്കറ്റ് കിട്ടി, എന്നെ ഏറ്റുവിട്ടു. വീട്ടിൽ വന്നു. അന്ന് രാത്രിയിൽ തന്നെ അവിടുന്ന് 2 ദിവസം യാത്രയുണ്ട്. ഉച്ച കഴിഞ്ഞപ്പോൾ വീട്ടിൽ വന്നു. അന്ന് രാത്രി ഞങ്ങള് മക്കളും ലില്ലിയും ഞാനുമായിട്ട് പ്രാർത്ഥിക്കാനിരുന്നു. പ്രാർത്ഥന തുടങ്ങി, പരിശുദ്ധാത്മാവിന് അന്യഭാഷയിൽ ആരാധിക്കാൻ തുടങ്ങി. ഞങ്ങള് 1-2 മണിക്കൂറോളം നിന്ന് ആരാധിച്ച് എൻ്റെ മോള് അന്ന് അഭിഷേകം പ്രാപിച്ചു. എന്നോട് ദൈവാത്മാ കൈവെക്കാൻ പറഞ്ഞു. ഞാൻ കൈവച്ചു, അവൻ അഭിഷേകം പ്രാപിച്ചു. അങ്ങനെ പരിശുദ്ധാത്മാവിനാണ് നിറഞ്ഞു. ആ കാലം മുതല് എനിക്കറിയത്തില്ല, ദൈവം തന്നെ ഈ പലയിടങ്ങളിൽ പല ആളുകളെ അറിയിക്കപ്പെട്ട് പ്രാർത്ഥനയ്ക്ക് വേണ്ടി ഇവിടെ വരാൻ തുടങ്ങി. അതിനുശേഷം എൻ്റെ പ്രാർത്ഥന ഞാൻ വർദ്ധിച്ചു. എനിക്ക് പ്രാർത്ഥിക്കാൻ മണിക്കൂറുകളിൽ ഇരുന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങി. അങ്ങനെ വിഷയങ്ങളെ ഓർത്ത്, പ്രാർത്ഥന വിഷയങ്ങളെ കുറിച്ച് എനിക്ക് ദൈവം വെളിപ്പെടുത്തും. ഓരോ വിഷയങ്ങൾ എനിക്ക് തരും. ഞാൻ ചെയ്യേണ്ട കാര്യം പറഞ്ഞു തരും. ഞാൻ പോകേണ്ട വഴികൾ പറഞ്ഞു തരും. ഇങ്ങനെ പല ആളുകള് എൻ്റെ കൂടെ ഉണ്ടായിരുന്ന കുറച്ച് ജോലിക്കാരുണ്ട്. അവർക്കൊക്കെ വേണ്ടി ഞാൻ അവരുടെ പറയാനിരിക്കുന്ന വിഷയങ്ങളൊക്കെ പറയാറുണ്ട്. അങ്ങനെ ഇവര് പലരോടായി പറഞ്ഞു. അങ്ങനെ പറഞ്ഞ് ഞാന് ജോലി കഴിഞ്ഞ് വീട്ടിൽ വരുമ്പോൾ വീട്ടിൽ 5-8 ആളുണ്ട് പ്രാർത്ഥിക്കാൻ. രാത്രി 2 മണി വരെയൊക്കെ ഇരുന്ന് പ്രാർത്ഥിച്ച് പ്രവചനം പറഞ്ഞ് അവര് വരാനിരിക്കുന്ന കാര്യങ്ങള്, അവരുടെ രോഗങ്ങളെ ഒക്കെ വേണ്ടി പ്രാർത്ഥിച്ച് അവരുടെ മേലുള്ള ഭൂതങ്ങളൊക്കെ വിട്ടുപോവാം. അപ്പൊ ഞാന് വചനം ശരിയായ രീതിയിൽ ആ സമയങ്ങളാണ് ഏറ്റെടുക്കുകയൊക്കെ ചെയ്യുന്നത് ഇവിടെ വന്നതിന് ശേഷം. എന്നാൽ ദൈവം അത്ഭുതകരമായ ആ ശുശ്രൂഷകളിലൂടെ ദൈവം നടത്തി. അപ്പൊ അതിനുശേഷം ദൈവം എനിക്ക് അറിയിപ്പ് തരുന്നുണ്ടാണ്, നീ എൻ്റെ വേലയ്ക്കാണ്. ഞാൻ കർത്താവിനോട് പറഞ്ഞു, എനിക്ക് അത് മാത്രം പറ്റില്ല. പിന്നെ എൻ്റെ ജോലികളൊക്കെ വർദ്ധിക്കാൻ. ജോലികൾ വർദ്ധിക്കും. എനിക്ക് ഓരോ സ്ഥലങ്ങളിൽ ഞാൻ എടുക്കുന്ന ജോലി മാന്യമായി ചെയ്യുന്നു. ഞാൻ സൈറ്റിൽ ചെന്നിട്ട് പ്രാർത്ഥിക്കും, വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ പ്രാർത്ഥിക്കും, രാത്രി ഇരുന്ന് പ്രാർത്ഥിക്കും, എന്നിട്ടൊക്കെ പോവുക. പിന്നെ വൈകിട്ട് വന്ന് 2-3 നേരങ്ങളും പ്രാർത്ഥന. അങ്ങനെ പ്രാർത്ഥന കണ്ടിന്യൂ ആയി നടത്തി പരിശുദ്ധാത്മാവ് അങ്ങനെ നിറയ്ക്കുകയും പ്രവർത്തിക്കുകയും, അതുപോലെ തന്നെ മക്കളും നന്നായി പ്രാർത്ഥിക്കുകയും ലില്ലിയും നന്നായി പ്രാർത്ഥിക്കുകയും ഒക്കെ ചെയ്യാൻ ദൈവം ഇടയാക്കി. ആ പ്രാർത്ഥന മുഖാന്തരം തുടർന്ന് വാനം ജോലിയിലൊക്കെ മാറ്റങ്ങൾ സംഭവിച്ചു. ദൈവപ്രവൃത്തികൾ നടക്കാൻ തുടങ്ങി. അത്ഭുതങ്ങൾ നടന്നു. അങ്ങനെ ഇരിക്കുകയാണ് എനിക്ക് ദൈവം ഈ ദൂത് തരുന്നതാണ്. ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ചില മീറ്റിങ്ങുകളൊക്കെ എവിടെ പ്രാർത്ഥന ഉണ്ടെങ്കിലും അറിഞ്ഞു കേട്ട് അവിടെ അന്വേഷിച്ച് ഞങ്ങൾ പോകും. അവിടെ ഈ ചെന്നാൽ ഉടനെ തന്നെ അവിടെയുള്ള ദൈവാസന്മാർ എന്നെ അറിയപ്പോലുമില്ല. അവര് എന്നെ കൈവച്ച് തലയെ കഴിച്ചു പറഞ്ഞു, നീ എന്റെ വേലയ്ക്കുള്ളവൻ, നീ വേഗത്തിൽ എന്റെ വേലയ്ക്കിറങ്ങി. അപ്പോൾ എന്നോടും ദൈവം അങ്ങനെ ഇടപെട്ടുകൊണ്ടിരുന്നു. പക്ഷെ ഞാൻ അതിന് തയ്യാറായില്ല. ഇല്ല, ആകുന്നതേ ഉള്ളൂ. ആ സമയം ആകുന്നതേ ഉള്ളൂ. അതിനും സമയമുണ്ടായിരുന്നു. പ്രാർത്ഥിച്ച് കൊണ്ടിരിക്കുന്ന സമയത്ത് ദൈവം ഇങ്ങനെ ഞങ്ങള് അതിനുശേഷമായിട്ട് ഞാൻ പറഞ്ഞു വന്ന കാര്യങ്ങള് എന്ന് പറഞ്ഞാൽ പരിശുദ്ധാത്മാവിനെ നിറച്ച് കർത്താവിന്റെ കൃപയാൽ ഇങ്ങനെ പോകുമ്പോൾ, വേലയ്ക്ക് വേണ്ടി വിളിക്കുമ്പോൾ ഞാൻ പറ്റുകയില്ല എന്ന് പറയും. പക്ഷെ ഞാൻ ദൈവദാസന്മാർക്ക് വേണ്ടി പ്രാർത്ഥിച്ച് അവരെ കാണിക്കുന്ന, അവർക്ക് വേണ്ടി നന്മ കൊണ്ട് കൊടുക്കാറുണ്ട്. പക്ഷെ ഞാൻ സ്ഥാനപ്പെടുകയൊന്നും ചെയ്തിട്ടില്ല.
അതിനൊന്നും ഞാൻ തയ്യാറായില്ല. പ്രാർത്ഥിക്കും, എല്ലാവരും സ്വീകരിക്കും, സന്തോഷിക്കും, അതൊക്കെ ഓക്കെ. എല്ലാവരും വന്ന് പ്രാർത്ഥിച്ച് വിടുതൽ പ്രാർത്ഥിച്ചു പോവുകയും ചെയ്യും. അപ്പൊ സ്നാനപ്പെടാനും ദൈവം എനിക്ക് അതിനൊരു ആലോചന, പലരും ദൈവദാസന്മാരെ പരിചയപ്പെട്ടവരൊക്കെ പറഞ്ഞെങ്കിലും ഞാൻ പറഞ്ഞു പെന്തക്കോസ്തിൽ ചേരാൻ ഞാനില്ല, ഞാൻ ഇങ്ങനെയൊക്കെ പോകും. പക്ഷെ ദൈവം അവർക്കറിയാം എന്നെ ദൈവം അഭിഷേകം ചെയ്തിട്ടുണ്ട് എന്ന് അവർക്ക് മനസ്സിലായി. എന്നാലും ദൈവം ആ കൈവെപ്പില് പലരും പറയുന്നെങ്കിലും ഞാൻ അതിനെ മടിച്ചു. പക്ഷേ ഒരുപാട് വീടുകൾ ഞാൻ പണിതു കൊടുത്തിട്ടുണ്ട് പാവപ്പെട്ടവർക്ക്. അതിനുശേഷം എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന വീടുകൾ ഞാൻ പണിതു കൊടുക്കും, ദൈവദാസന്മാരെ സഹായിക്കും, അങ്ങനെയൊക്കെ ചെയ്തു. അങ്ങനെ എനിക്ക് ഒരു ദിവസം ദൈവത്തിന്റെ ആത്മാവ് എന്നോട് ചോദിച്ചു, നീ ഇന്ന് മരിച്ചാൽ നിന്റെ ആത്മാവ് എവിടെ പോകും? രാത്രിയിൽ ദർശനം കാണും. പെട്ടെന്ന് ഞാൻ ചാടി എഴുന്നേറ്റ് ദൈവമേ, എനിക്ക് വല്ലാത്തൊരു വിഷമം എൻ്റെ ഹൃദയത്തിൽ വന്നു. അന്ന് രാത്രി ഞാൻ പ്രാർത്ഥിച്ചു. പിറ്റേ ദിവസം ഞാനും ലില്ലിയും അവിടെ ഉപവാസം ഇരുന്നു പ്രാർത്ഥിച്ചപ്പോൾ എനിക്ക് സ്നാനപ്പെടേണ്ട സ്ഥലവും സ്നാനപ്പെടേണ്ട ദൈവദാസനെയും ആ ചർച്ചും ദൈവം എനിക്ക് വെളിപ്പെടുത്തുന്നു. അങ്ങനെ ഞാനൊരു പുതിയ വർക്ക് എടുത്തിട്ടുണ്ടായിരുന്നു, വലിയൊരു വർക്കാണ്. അന്നത്തെ 2000-2000 വർക്ക് വന്ന് ആ ബിൽഡിംഗ് വർക്ക് എടുക്കുന്നതിന് മുമ്പ് സ്നാനപ്പെട്ടിട്ട് വേണം വർക്ക് എടുക്കണമെന്ന് ഓർത്ത് ഞാൻ എല്ലാം ഫൈനലാക്കി, എഗ്രിമെന്റ് എല്ലാം ചെയ്തു. ഞങ്ങളുടെ അധികം ഉണ്ടായിരുന്ന കത്തോലിക്ക സഭയിലുണ്ടായിരുന്ന ഒരു പാർട്ടിക്കാരനും അദ്ദേഹം ഒരു മാഷുമാണ്, അദ്ദേഹത്തിന്റെ വർക്കാണ് എനിക്ക് തന്നത്. ഞാൻ അത് ചെയ്യാൻ വേണ്ടി എഗ്രിമെന്റ് എല്ലാം കഴിഞ്ഞു. അദ്ദേഹത്തോട് ഞാൻ പറഞ്ഞു, ഞാൻ അടുത്ത ദിവസം ഡേറ്റും പറഞ്ഞയച്ചു, എഗ്രിമെന്റ് എഴുതി പോയി. അങ്ങനെ സ്നാനപ്പെട്ട് ഞങ്ങൾ അവിടെ പോയി ചെന്ന് സ്നാനപ്പെടാൻ വേണ്ടി ചെന്നപ്പോൾ ഈ ദൈവദാസൻ ഞങ്ങളെ സാധിച്ചില്ല. ഞാൻ പറഞ്ഞു, ഇല്ല, ദൈവം അറിയിച്ചിട്ടാണ് ഞങ്ങളിവിടെ വന്നത്. 3 ദിവസം ഉപവാസിരിക്കണം, ഇരുന്ന് കഴിഞ്ഞിട്ട് അതിനുള്ള എല്ലാ ചെലവുകളും ഞങ്ങൾ തന്നെ ചെയ്യും. ഉപവാസിരിക്കണം, പാസ്റ്റർ എന്നെ സ്ഥലവും കാണിച്ചു തന്നിട്ടുണ്ട്. അപ്പൊ അദ്ദേഹം പറഞ്ഞില്ല, ഞാനത് ചെയ്യില്ല, നിങ്ങൾ വേറെ സ്ഥലത്തുനിന്ന് വരുന്നതല്ലേ. ഞാൻ പറഞ്ഞു, ദൈവദാസനെ ഇന്ന് പ്രാർത്ഥിച്ചിട്ട് ദൈവം അറിയിക്കുന്നില്ല എങ്കിൽ ഞങ്ങൾ മടങ്ങി പോകും. അന്ന് രാത്രി ആ ദൈവത്തോട് ദൈവം സംസാരിച്ചു. അങ്ങനെയാണ് അവിടെ ഇരുന്ന് സ്നാനപ്പെട്ടു. അദ്ദേഹത്തിന്റെ പേര് വർഗീസ് എന്നാണ്. അതിനെ സ്നാനപ്പെടുത്തിയ ദൈവദാസന്റെ പേര്. ആ സ്നാനപ്പെട്ട് ഞങ്ങള് മടങ്ങി വന്നപ്പോൾ പിറ്റേ ദിവസം ഞങ്ങള് വളരെ സന്തോഷത്തോടെ മടങ്ങി വന്ന് പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞ് ജോലിക്ക് കടന്നു ചെന്നപ്പോൾ ആ വീട് പണിയെടുക്കാൻ പണിക്കാരെയും കൂട്ടി അവിടെ ചെന്നപ്പോൾ എന്നോട് അദ്ദേഹം പറഞ്ഞു, പെന്തക്കോസ്തുകാർക്ക് സ്നാനപ്പെട്ടവർക്കൊന്നും ഞാൻ എൻ്റെ വീടിന്റെ പണി കൊടുക്കുന്നില്ല. എനിക്കൊരു വിഷമം ഉണ്ടായില്ല. സ്നാനപ്പെട്ടു വന്നപ്പോഴുള്ള പരീക്ഷണങ്ങൾ വളരെ എനിക്ക് അനുഭവിച്ചു. വേറെ ജോലി ഞാൻ ഒരു വർക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് അടുത്ത വർക്കിലേക്ക് പോവുകയാണ്. അദ്ദേഹം ഇത് പറഞ്ഞപ്പോൾ ഒന്നും വിഷമിച്ചില്ല. ശരി, സാറിന്റെ ഇഷ്ടം പോലെ ചെയ്തു, ഞാൻ പോകാൻ പറഞ്ഞു പണിക്കാരെയും പിരിച്ചു. കർത്താവിന്റെ കൃപയാൽ ഞങ്ങൾ ഇരുന്ന് വീണ്ടും പ്രാർത്ഥിച്ചു. ആ ദിവസം തന്നെ വേറൊരു പണി എനിക്ക് കിട്ടി. ആ ജോലി ചെയ്ത് അതിന്റെ 1.5 മാസം കൊണ്ട് 2 മാസത്തോളം ആ വീട് വർക്ക് തീർന്നു കഴിഞ്ഞപ്പോൾ ഇദ്ദേഹം പല ആളുകൾക്കും ഈ വീട് പണി കൊടുത്തു, എന്നെ കൂടാതെ. പക്ഷെ അവർ ആരും അഡ്വാൻസ് മേടിച്ചു പോയതല്ലാതെ ആ പണി തൊടാൻ പറ്റിയില്ല. അപ്പൊ അദ്ദേഹത്തിന്റെ വീടിന്റെ വാതിൽക്കൽ കൂടിയാണ് ഞാൻ വരുന്നത്. എന്നെ അവർ കാത്തില്ല. എന്റെ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കുന്ന ഒരു മാഷും കൂടെയാണ്, ഒരു ഭാര്യ ടീച്ചർ. അവരോട് പറഞ്ഞു വിട്ട് അപ്പയോട് ഒന്ന് വീട്ടിലേക്ക് വരാൻ പറഞ്ഞു. അപ്പൊ ഞാൻ പോയില്ല, എനിക്ക് നേരം കിട്ടിയില്ല. എന്നാൽ വരുന്ന വഴിക്ക് അവരെന്നെ കൈ കാണിച്ച് എന്റെ സ്കൂട്ടി നിർത്തി എന്നോട് പറഞ്ഞു, നിന്റെ ദൈവം വലിയൊരു ദൈവമാണ്, മറ്റാരും ഇവിടെ ഈ പണിയെടുക്കാൻ വന്നില്ല, മാറ്റി തന്നെ പണിയെടുക്കണം എന്ന് പറഞ്ഞു. അങ്ങനെ ആ വീട് ഞാൻ തന്നെ അതിന്റെ പണിയെടുക്കാനിടയായി. അതിന്റെ വാർപ്പിന്റെ സമയം വെറും ശക്തമായ മഴയുടെ ഒരു കാലമായിരുന്നു. എന്നാൽ ദൈവം അവിടെ ഒരു അത്ഭുതം ചെയ്ത കാര്യങ്ങൾ പറഞ്ഞിട്ട് ഞാൻ എൻ്റെ രക്ഷയിലേക്കുള്ള അനുഭവം കൂടെ ദൈവം നടത്തി വിധങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നു. അവിടെ
വാർപ്പിനുള്ള എല്ലാ കാര്യങ്ങളാക്കി. അന്നത്തെ 125 ചാക്ക് സിമെന്റിന്റെ കോൺക്രീറ്റ് ആണ് നടക്കേണ്ടത്. 35 ജോലിക്കാർ, അവർക്കെല്ലാം ഫുഡ് കാര്യങ്ങൾ ക്രമീകരിച്ചു. അങ്ങനെ നോക്കുമ്പോൾ രാവിലെ നോക്കും ഭയങ്കരമായ ഒരു മഴക്കാറും, മഴ നിലത്ത് വീഴും. അപ്പോൾ എന്നോട് ഈ സാറ് ചോദിച്ചു, അത് എന്ത് ചെയ്യും? ഞാൻ പറഞ്ഞ, നിങ്ങൾക്ക് വിശ്വാസമുണ്ടോ? ഞാൻ പ്രാർത്ഥിക്കാം. ഉണ്ടെന്ന് പറഞ്ഞു. എന്നാൽ ടെറസിന്റെ മുകളിലേക്ക് കയറി ഞങ്ങൾ ഒരുമിച്ച് കൈ ഉയർത്തിയിട്ട് പ്രാർത്ഥിച്ചു. ഏലിയാവിന്റെ ദൈവമേ, എന്റെ ദൈവമേ, ഇന്ന് ഞങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു, ഈ വാർപ്പ് കഴിയാതെ ഒരു തുള്ളി മഴ ഇവിടെ വെയ്യരുത്. കർത്താവിന്റെ നാമത്തിൽ ഇതിന് തടസ്സമാണ്. ദൈവത്തിന്റെ നാമം ഉയരേണ്ടതിന് വേണ്ടി എളിവർ പ്രാർത്ഥിക്കുന്നു. ഇവർ വിശ്വസിക്കേണ്ടതിനും ദൈവത്തിന്റെ നാമം ഉയരേണ്ടതിനും വേണ്ടി ദൈവമേ, ഈ പ്രാർത്ഥന ദൈവം കേൾക്കണമേ. ഈ മഴയെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ഞങ്ങൾ അതിനെ പ്രാർത്ഥിച്ച് മാറ്റുന്നു എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചു. ആ മഴ എതിരെ പോയെന്ന് അറിയത്തില്ല. ആ കോൺക്രീറ്റ് കഴിഞ്ഞ് അവൻ ഫുള്ള് ഷീറ്റ്, ഞാൻ ഇങ്ങനെ പറഞ്ഞു, കോൺക്രീറ്റ് ജോലിക്കാരോട് പറഞ്ഞു എല്ലാം ഫുൾ ഷീറ്റ് ഇട്ടോ എന്ന് പറഞ്ഞു. അന്ന് തുടങ്ങിയ മഴ 14 ദിവസം മഴ പെയ്തു. അദ്ദേഹത്തിന് ഭയങ്കര അത്ഭുതകരമായി പോയി ദൈവത്തിന്റെ പ്രവൃത്തി. അങ്ങനെ ആ ദൈവത്തിന്റെ പ്രവൃത്തി അവിടുന്ന് വെളിപ്പെടുവാൻ ഇടയായി. ശേഷമായിട്ട് ഞങ്ങളുടെ ജോലി കാര്യങ്ങൾ കൂടെ വളരെ ആക്റ്റീവായി ജോലികൾ പോകുന്ന സമയത്ത് പരിശുദ്ധാത്മാവ് എന്നോട് പറഞ്ഞ എന്റെ ജീവിതത്തിലെ വ്യത്യാസം വരുത്തി ചെറിയൊരു വീടിനുള്ള കാര്യങ്ങൾ ക്രമീകരിക്കാൻ ഇടയായി. അങ്ങനെ ഞങ്ങള് ചെറിയ ഒരു ഉപവാസങ്ങള് ക്രമീകരിക്കാൻ തുടങ്ങി. ഞങ്ങളിവിടെ ഉപവാസം വെക്കുമ്പോഴൊക്കെ ഒരുപാട് ആളുകള് ഇവിടെ വരുമാരും. ഒരുപാട് 7 ദിവസം ഉപവാസമാണ് ഞങ്ങൾ വെക്കാറ്. ഈ 7 ദിവസം ഉപവാസം 75-80 പേര് നിലമ്പൂര്, കണ്ണൂര്, കോഴിക്കോട്, പാലക്കാട്, കോട്ടയം, അടൂര് എന്നിടത്തുനിന്നൊക്കെ ആളുകള് ഉപവാസം ഇരിക്കാൻ വേണ്ടി മാത്രം ഇവിടെ വരുവാണ്. ഈ ശുശ്രൂഷ ഞാൻ ജോലി ചെയ്തുകൊണ്ടിരിക്കെ ആ പാസ്റ്റർമാരെ ഞാൻ ശുശ്രൂഷയ്ക്ക് വിളിച്ചാലും ശുശ്രൂഷിക്കുന്നത് ദൈവം എന്നെ കൊണ്ട്. അത്ഭുതകരമായ രോഗികൾ സൗഖ്യമാകുക, ഭൂതങ്ങൾ വിട്ടുപോകുന്നു. അഭിഷേകത്തിന്റെ ശക്തി, പരിശുദ്ധാത്മവിഷം പ്രാപിക്കാത്തവരെല്ലാം പരിശുദ്ധാത്മവിഷം പ്രാപിക്കും. അതുപോലെ ദൈവിക വിടുതലയുണ്ട്. പാലക്കാട് നിന്ന് ഒരു ദൈവദാസൻ ഒരു മാനസിക രോഗിയെ കൊണ്ടുവന്നു. അദ്ദേഹം തലമുടിയെല്ലാം വളർത്തി മുഷിഞ്ഞ വസ്ത്രമായിട്ട് അവിടെ കൊണ്ടുവരുന്നു, ഈ പ്രാർത്ഥനയ്ക്ക് കൊണ്ടുവരുന്നു. അദ്ദേഹം ഞങ്ങൾ 1-ാം ദിവസം കഴിഞ്ഞ് 2-ാമത്തെ ദിവസമായപ്പോൾ അദ്ദേഹത്തിന് പൂർണ്ണമായി സൗഖ്യമായി. മുടിയൊക്കെ വെട്ടിച്ച് ഡ്രസ്സൊക്കെ ധരിപ്പിച്ച് നല്ല അത്ഭുതകരമായി. അങ്ങനെ അനവധി വിടുതലുകള് ദൈവം ഞങ്ങളെ ഈ ഭവനത്തിൽ വെച്ചാണ് ഈ പ്രേരണ. 5 വർഷം. അങ്ങനെ എനിക്ക് വീണ്ടും ദൈവത്തിന്റെ ആത്മാവിനോട് പറഞ്ഞു, നീ എന്റെ വേലയ്ക്ക് ഇറങ്ങണം. അങ്ങനെ പിറ്റത്തെ 7 ദിവസത്തെ ഉപവാസ പ്രാർത്ഥനയ്ക്കാണ് ക്രമീകരിച്ചു. ഞങ്ങള് 4 മാസം 5 മാസം കഴിയുമ്പോൾ വെക്കേഷൻ ടൈമിലൊക്കെ ഉപവാസം. ഈ 7 ദിവസം ഉപവാസം കുട്ടികളടക്കം ഇരിക്കും. 10 വയസ്സിന് മുകളിലോട്ടുള്ള എല്ലാ കുഞ്ഞുങ്ങളടക്കം ഉപവാസം. അതാണ് ഇവിടുത്തെ പ്രത്യേകത. അല്ലാത്തവർക്ക് ഇരിക്കാൻ പറ്റില്ല, ഇവിടെ ഇരിക്കാനും പറ്റില്ല. അങ്ങനെ ഞങ്ങൾ ഇവിടെ ഇരുത്തത്തില്ല. ദൈവം അത്ഭുതകരമായി ആ ഉപവാസ പ്രാർത്ഥനയ്ക്ക് ക്രമീകരിച്ച സമയം ഞാന് ദൈവവേലയ്ക്ക് വേണ്ടി ദൈവം എന്നെ പരമവർഷം ആവർത്തിച്ച് പറഞ്ഞെങ്കിലും ഞാനത് അനാതിരിക്കുമ്പോൾ 2 ബാത്റൂമിന്റെ കുറവ് വന്നു കഴിഞ്ഞപ്പോൾ ലേഡീസും ജെൻസിനും ഒക്കെ അവിടെ ബാത്റൂമുകൾ കുറവായതുകൊണ്ട് 2 ബാത്റൂമുകളുടെ പണി ആരംഭിച്ചു. ആരംഭിച്ച സമയത്ത് അതിന്റെ പണി തീരാതെ വന്നു. ഉപവാസം നടക്കേണ്ടതിന് 3 ദിവസം ബാക്കി നിൽക്കെ ഇതിന് ഫിനിഷിംഗ് വർക്കിന് എന്റെ ജോലിക്കാരെ അയച്ചിട്ട് അവർക്ക് തീരാതെ വന്നതുകൊണ്ട് ഞാൻ നൈറ്റ് വർക്കിന് വേണ്ടി ഞാനും അദ്ദേഹം കൂടെ ചെയ്യാൻ വേണ്ടി ഞാനൊരു ബാത്റൂമിൽ എന്റെ മിനിറ്റിന് വേണ്ടി കയറിയതാണ്. ഫിനിഷിംഗ് വർക്ക് കയറിയത് എനിക്ക് ഓർമ്മയുള്ളൂ. പുറത്തുനിന്ന് ഒരു ബൾബ് എന്റെ കയ്യിൽ വയറടക്കം തന്നു. എന്നെ ഹെൽപ്പർ ആയിട്ടുള്ള ഒരു പയ്യൻ, അവൻ എന്റെ തന്നത് എനിക്ക് ഓർമ്മയുള്ളൂ. എന്റെ വിരലിൽ അത് പിടിച്ച് ഞാൻ ആ ചുമരില് ചാരി ഇരുന്നു പോയി. അടിയിൽ വെള്ളമായതുകൊണ്ടും ആ ഷോക്ക് അടിച്ച് അങ്ങനെ നിന്നു. എന്റെ അടുത്ത് പണിയെടുത്തോണ്ടിരുന്ന ഞാൻ ജോലിക്ക് വെച്ചിരുന്ന ഒരു അപ്പച്ചൻ ഉണ്ടായിരുന്നു. അപ്പച്ചന് എന്തോ പുറത്തേക്ക്, ഞാൻ അകത്തേക്ക് കയറിയപ്പോ ഇപ്പുറത്തെ ബാത്റൂമിൽ നിന്ന് അപ്പച്ചനും പുറത്തേക്ക് പോയി എന്തോ ആവശ്യത്തിന് പോയി. ഒന്ന് കുറെ കഴിഞ്ഞപ്പോഴും എന്നെ കാണാത്തതുകൊണ്ട് ഇദ്ദേഹം ഈ ബാത്റൂമിന്റെ വാതിൽ വന്ന് എന്നെ നോക്കുമ്പോൾ ഞാൻ ഷോക്ക് അടിച്ച് നിൽക്കുന്ന എന്തോ ദൈവം അദ്ദേഹത്തിന് വെളിപ്പെടുത്തി കൊടുത്തു. എനിക്ക് സംസാരിക്കാൻ പറ്റില്ല. അദ്ദേഹം ഓടി വന്ന് തന്റെ കയ്യിലുള്ള മയക്കത്തെ എടുത്തിട്ട് വന്ന്
ഇത് വയറിന് വെട്ടി ഞാൻ അങ്ങനെ തന്നെ വീണു. ആ റൂമിനകത്ത് എനിക്ക് മുടി കത്തിച്ചിട്ട് മണം പോലെയായിരുന്നു. ഉടനെയാണ് എൻ്റെ ഭാര്യ ലില്ലിയും അപ്പച്ചനും വിളിച്ചു കൂടി, ഭാര്യയും മക്കളും അയൽവാസികളൊക്കെ ഓടി വന്ന് ഞാൻ മരിച്ചു പോയെന്നോർത്ത് അവരെന്നെ എടുത്ത് കൂട്ടക്കറിച്ചിലും ഒക്കെ ആയിട്ട് അവൻ എന്നെ നിലത്തിട്ട് ആ തിണ്ണയിൽ കൊണ്ടുപോയിട്ടിട്ട് ഇടിച്ച് ഞാൻ താടി എഴുന്നേൽക്കാറുണ്ട്. നിമിഷ നേരം കൊണ്ട് ഞാൻ എഴുന്നേറ്റു. എനിക്കൊരു കാര്യമൊന്നും മനസ്സിലായി. ഞാനായിട്ടുള്ള എന്റെ ഭാവമൊക്കെ ദൈവം തന്നെ അത് കത്തിച്ചു. പരിശുദ്ധാത്മ അവിടെയും ദൈവപ്രവൃത്തി വെളിപ്പെടുത്തിയ അന്ന് ആ ഉപവാസത്തോട് കൂടിയിട്ട് എന്റെ ജോലിക്കാരെയും എന്നെ പല സ്ഥലത്ത് പണി നടക്കുന്നുണ്ടായിരുന്നു. ആ ഉപവാസം കഴിഞ്ഞതോടുകൂടി തന്നെ 4 ദൈവാസന്മാരുണ്ടായിരുന്നു. അതിനെ കൈവച്ച് പ്രാർത്ഥിച്ചു. എന്നിലുള്ള കൃപാവന ശുശ്രൂഷകൾ അവരും പ്രാപിച്ച് മടങ്ങിപ്പോയി. ശേഷം 1.5 മാസം 2 മാസത്തോളം ഞാൻ എവിടെയും ജോലിക്ക് പോകാതെ ഞാൻ വീട്ടിൽ തന്നെ ആ മുറിയിലും 2-3 മുറിയുണ്ട്. ആ മുറിക്കകത്ത് പോയിരുന്ന് പ്രാർത്ഥിക്കും, പകരം വായിക്കും, വചനത്തിലുള്ള വെളിപ്പാട് കാണിച്ചു തരും, ദൂതുകൾ കാണിച്ചു തരും. അങ്ങനെ പലരും വരും, പ്രാർത്ഥിക്കും. ഇങ്ങനെ ഞാൻ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാൻ അതെ ഇവിടെ ഇരുന്ന് തന്നെ പ്രാർത്ഥിച്ചു 1.5 മാസത്തോളം ദൈവം എനിക്ക് ഒരുപാട് ദർശനങ്ങളും പിന്നെയും ദൈവം എന്നെ അറിയിച്ചു. കൃപാവരങ്ങളിൽ കൊണ്ട് പ്രവചന ശുശ്രൂഷ, വെളിപ്പാട്, പരിശുദ്ധാത്മാവിന്റെ അഭിഷേകത്തിന്റെ ദാനം, അതുപോലെ തന്നെ ഭൂതഘടകമായ അധികാരം, രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിച്ച നിമിഷം തന്നെ ദൈവം അത്ഭുതകരമായി വിനിയോഗിക്കപ്പെടും. ഇങ്ങനെ ഫോണിലൂടെ അനേകർ ബന്ധപ്പെടാൻ തുടങ്ങി. അങ്ങനെ വിളിച്ച് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ഒക്കെ ചെയ്തു. അത് ആദ്യമായിട്ട് ഈ 1.5 മാസം കഴിഞ്ഞപ്പോൾ ഒരു ദേവദാസൻ എന്നെ കൊല്ലത്തേക്ക് ആദ്യമായ ശുശ്രൂഷയ്ക്ക് വിളിച്ചോണ്ട് പോകും. അപ്പൊ ഞാന് എന്റെ പണിസാധനങ്ങളും മറ്റുമൊക്കെ ഞാന് അതെല്ലാം വെറുതെ കൊടുത്തു ഓരോരുത്തർക്ക്. കുറെ പണം എനിക്ക് കിട്ടാനുണ്ടായിരുന്നു. എനിക്ക് അങ്ങോട്ട് പോകാനേ പറ്റുന്നില്ല, ദൈവം എന്നെ അതിനെ അനുവദിക്കുന്നില്ല. അങ്ങനെ ആ ജോലി വിടേണ്ട സാഹചര്യം എനിക്ക് കടന്നു വന്നു. ദൈവത്തിന്റെ വേലയ്ക്ക് ഞാൻ പൂർണ്ണമായി സമർപ്പിച്ചു. കർത്താവിന്റെ വേലയ്ക്ക് കൊല്ലം സ്ഥലത്തേക്ക് ഒരു മലയുടെ മുകളില് 23 ഉപവാസമിരിക്കുന്ന പാവപ്പെട്ട ഒരു കൂട്ടം ആളുകളുണ്ടായിരുന്നു. ആ ഉപവാസ പ്രാർത്ഥനയ്ക്ക് ഒരു ദൈവാസം എന്നെ വിളിച്ചോണ്ട് പോകും. അവിടെ ചെല്ലുമ്പോൾ ചെന്നൈയൊന്ന് പിറ്റേ ദിവസം രാവിലെ ആയപ്പോൾ 9 മണിയായപ്പോൾ മലയുടെ കുന്നിന്റെ മുകളിൽ കയറി വലിയൊരു ഷെഡ് കെട്ടി. ആ ഷെഡിനകത്താണ് ഉപവാസം. ഈ മല കയറി ആരെങ്കിലുമൊക്കെ കുപ്പിയിൽ വെള്ളം കൊണ്ടുപോയാൽ ആ വെള്ളം കുടിക്കാതെ 4 മണി 5 മണിയാകുമ്പോൾ തിരിച്ചു വരും. അവിടുന്ന് ഒരു ഗ്ലാസ് വെള്ളം പോലും കിട്ടത്തില്ല. എന്റെ ജീവിതത്തിലെ ആദ്യത്തെ അനുഭവമാണ് ഇത്. അപ്പോൾ അവിടെ ഞാൻ ആദ്യത്തെ ദിവസം എനിക്ക് വചനം ശുശ്രൂഷിപ്പാൻ സമയം തന്നു. ഞാന് ദൈവത്തിന്റെ കൃപയാൽ എഴുന്നേറ്റൊരു വാക്യം വായിച്ചു, ഒരു പാട്ടുപാടി ആരാധിക്കാൻ തുടങ്ങി. ആരാധനയിലൂടെ അവിടെ ഉണ്ടായിരുന്ന ഒരുപാട് വ്യക്തികളിൽ നിന്നുള്ള ഭൂതങ്ങളൊക്കെ വിട്ടുപോയി. ഒരുപാട് അഭിഷേകം പ്രാപിച്ചു. പലരും അഭിഷേകം പ്രാപിച്ചു. വചനം ശുശ്രൂഷിക്കാനൊന്നും അധികം സമയം കിട്ടിയില്ല. 2.5 മണിക്കൂറോളം ആരാധന നീണ്ട് ആ ശുശ്രൂഷ നടന്ന് അതിനിടയ്ക്ക് ഉച്ചയ്ക്ക് ശേഷമാണ്. അങ്ങനെ 4ാമത്തെ ദിവസം വരെ വൈകിട്ട് അല്പമായ കഞ്ഞി മാത്രം അവര് അവിടുന്ന് തരും. പിറ്റേ ദിവസവും അങ്ങനെ കയറും. ഇങ്ങനെ 4ാമത്തെ ദിവസമായപ്പോൾ ദൈവം എന്നോട് പറഞ്ഞു, ഇനി നീ ഇവിടെ നിൽക്കണ്ട, നീ അടുത്ത സ്ഥലത്തേക്ക് പോകും. തിരുവനന്തപുരത്തേക്ക് എന്നെ ദൈവം ശുശ്രൂഷിക്കുക. വേറൊരു ദൈവദാസൻ എന്നെ വിളിക്കുക. അങ്ങനെ അവിടേക്കും കടന്നുപോയി. 1.5 മാസത്തോളം അവിടെ തിരുവനന്തപുരം, കൊല്ലം, കൊട്ടാരക്കര, കായംകുളം അങ്ങനെ ഒരുപാട് സഭകളിൽ ശുശ്രൂഷയ്ക്ക് വേണ്ടി അയച്ചു. അങ്ങനെ ഒരുപാട് ആത്മീയ ബന്ധങ്ങൾ ദൈവം എനിക്ക് അവിടെ തന്നു. അതിനുശേഷമായിട്ട് ദൈവം വീണ്ടും എന്നെ അടുത്ത സഭയുടെ പ്രാരംഭത്തിന് വേണ്ടി കർത്താവ് എന്നെ വിളിച്ചു വേർതിരിക്കുക. നീ പുതിയ സഭ ആരംഭിക്കണം. ഞാൻ പറഞ്ഞ കർത്താവ് എനിക്ക് അതിനുള്ള കഴിവില്ല. അതുകൊണ്ട് സഭ എനിക്ക് പറ്റില്ല. കാരണം ഞാൻ സഭയെ ശുശ്രൂഷനല്ല, എനിക്ക് അതിനുള്ള കഴിവില്ല എന്ന് പറഞ്ഞു. ദൈവം വീണ്ടും ദൈവം ഓർപ്പിച്ചു. ഞാൻ ഇരുന്ന് പ്രാർത്ഥിക്കുമ്പോഴൊക്കെ ദൈവം അറിയിക്കുകയും വചന വെളിപ്പാടും ഒക്കെ എനിക്ക് തരും. ഞാൻ എൻ്റെ വൈഫ് ലില്ലിയുമായിട്ട് സംസാരിക്കും. അവൾ പറയും, നമുക്ക് വീണ്ടും ഉപസിക്കാം. എന്നേക്കാൾ കൂടുതൽ ഉപസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന ഒരു ദേവദാസിയാണ് എന്റെ ഭാര്യ. അത് എന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ അനുഗ്രഹം ആയി തീരുവാനിടയായിരുന്നു. അങ്ങനെ ദൈവം അറിയിച്ചു കഴിഞ്ഞപ്പോൾ 2002 അതായത് ഒക്ടോബർ സെപ്റ്റംബർ കാലഘട്ടങ്ങളിൽ 7-ാം മാസം
2002 7-ാം മാസം എന്നെ ദൈവം ഓർപ്പിക്കുകയാണ്, നീ സഭ ആരംഭിക്കും. അപ്പൊ ഞാൻ പറഞ്ഞു, കർത്താവേ, എനിക്ക് സഭ ആരംഭിക്കാൻ പറ്റത്തില്ല. അപ്പൊ വീണ്ടും അങ്ങനെ കുറച്ചു കാലം പോയി ശേഷം വീണ്ടും 2003 ജനുവരി ആദ്യത്തെ മീറ്റിംഗ് ഉണ്ടാകും. ഞങ്ങൾക്ക് അന്ന് ഇവിടെ ഒരു ചെറിയ കൂട്ടായ്മ ആരംഭിച്ചു. ചർച്ചക്കൂടിന്റെ ഒരു കൂട്ടായ്മ ആരംഭിച്ചായിരുന്നു. അതിന് ഞാനും നേരത്തെ പറഞ്ഞ ആ അച്ചായനും എന്റെ കുടുംബവും മാത്രമേ ഉണ്ടായിരുന്നു. അപ്പോൾ ദൈവം എന്നോട് പറഞ്ഞു, അതല്ല, ഞാൻ നിന്നെ ഏൽപ്പിച്ച വേല നീ ചെയ്യണം. ആ ചർച്ച അവിടെ ചർച്ച പറയാൻ ഒക്കെ ഞാൻ ഒരുപാട് ഹെൽപ്പ് ചെയ്തു. ഞാനായിട്ട് അവിടെ ചർച്ചകൾ പണിതു കൊടുത്തു. അതിനൊക്കെ ശേഷമാണ് വീണ്ടും ദൈവം എനിക്ക് മാറ്റി. ഞാൻ പറഞ്ഞ, കർത്താവ്, ഇവിടെ ഒരു ചർച്ച ഉണ്ട്, ഞാൻ മാറില്ല എന്ന് പറഞ്ഞപ്പോൾ ദൈവം പറഞ്ഞപ്പോൾ അടയാളം തരണമെന്ന് പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ ഞാനൊരു വീട്ടിൽ കടന്നു പോകും, സുവിശേഷം. ആ വീട്ടിലുള്ളവര് പുതിയ ആളുകളിലൂടെ വരും ഈ ആന്തരിക മീറ്റിംഗിൽ. അങ്ങനെ വരുവാണെങ്കിൽ ഞാൻ ചർച്ച ആരംഭിക്കും. ദൈവത്തോട് തീരുമാനം വെച്ചു. അങ്ങനെ എന്നെ ഒരു വീട് കാണിച്ചു. ഞാൻ ആ വീട്ടിലേക്ക് ചെന്നു സുവിശേഷം പറഞ്ഞു. അന്ന് 2 കുടുംബം വന്നു. അപ്പോൾ തന്നെ അന്ന് 15 പേരോളം ആന്തരിക മീറ്റിങ്ങിനോടെ പങ്കെടുത്തു. അതോടുകൂടിയാണ് ഞങ്ങള് ചർച്ച ആരംഭിച്ചു. ചർച്ച ആരംഭിച്ചു എങ്കിലും ഞങ്ങൾക്ക് വീട്ടിൽ വെച്ചാണ് ഈ സഭയിലേക്ക് ആളുകള് ചോദിച്ച് കേട്ടറിഞ്ഞ് വരികയും പുതിയ ആളുകള് പ്രാർത്ഥനയ്ക്ക് വേണ്ടി കടന്നു വരികയും ചെയ്യും. അവർ രക്ഷിക്കപ്പെട്ട് സ്ഥാനപ്പെട്ട് 75-80 പേരോളം ഇവിടെ ആരാധനയ്ക്ക് തുടങ്ങി. 4 വർഷം എന്റെ വീട്ടില് ആണ്. അപ്പോൾ ഞങ്ങൾ ഒരു ചർച്ചയുടെ സ്ഥലവും വേണം. ഞങ്ങൾക്ക് ഇവിടെ ഉപവാസം നടക്കുന്നു. അതോടൊപ്പം തന്നെ ഞങ്ങൾ ഒരു 36 പേരടങ്ങുന്ന ഒരു പ്രയർ ഗ്രൂപ്പ് അന്ന് ദൈവാത്മാവ് അറിയിച്ചിട്ട് ഞങ്ങൾ പ്രയർ ഗ്രൂപ്പ് ഒരു ദിവസം ആവറേജ് എനിക്ക് 7 മണിക്കൂറോളം പ്രാർത്ഥന നടക്കുന്ന ഒരു പ്രയർ ഗ്രൂപ്പാണ്. ഞാൻ ശുശ്രൂഷയ്ക്ക് പോകും. ബോംബെ, ഡൽഹി, ഗുജറാത്ത്, UP, മധ്യപ്രദേശ്, അങ്ങനെയുള്ള ഒരുപാട് സ്ഥലങ്ങൾ, കോട്ടയം, അടൂര്, കൊട്ടാരക്കര, ദൈവം എനിക്ക് പറയാൻ അതുപോലെ സ്ഥലങ്ങളിലേക്ക് ദൈവം എന്നെ ഓരോ ദിവസം എനിക്ക് ഒരു ദിവസം പോലും റെസ്റ്റ് ഇല്ലാതെ ശുശ്രൂഷിക്കും. ബോംബെയിലേക്ക് പോയി ശുശ്രൂഷിക്കുന്നത് രാവിലെ സെക്ഷൻ കഴിഞ്ഞാൽ ഉച്ചയ്ക്കെല്ലാം വേറൊരു മീറ്റിംഗ് ആയിരിക്കും. അത് കഴിഞ്ഞ് അവരുടെ രാത്രിയുടെ മീറ്റിംഗ് സഹോദരികൾ കഴിഞ്ഞാൽ അവരുടെ വീടുകളിൽ അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു ദൂതുകളും പ്രവചനങ്ങളും അങ്ങനെ പറഞ്ഞ് അവരുടെ വീട്ടിൽ 2 മണി വരെ പ്രാർത്ഥിച്ചു. ഇങ്ങനെ എന്റെ ആത്മീയ ശുശ്രൂഷകളെയും എനിക്ക് വർദ്ധിപ്പിച്ചു. അതോടെ തന്നെ ഈ പ്രയർ ഗ്രൂപ്പിന്റെ പ്രാർത്ഥനകള് 2-ാം മാസം 2-ാം ശനിയാഴ്ച വലിയൊരു പ്രയത്നമാണ്. 100 പേര് 150 പേരോളം ഒക്കെ ഈ പ്രാർത്ഥനയ്ക്ക് പല സ്ഥലങ്ങളിൽ നിന്ന് കടന്നു വരുവായിരുന്നു ഈ കൂട്ടായ്മ. അങ്ങനെ അത്ഭുതകരമായ വിടുതൽ നടന്നു. അങ്ങനെ ചർച്ചിന്റെ പ്രവർത്തനം ഞങ്ങളിവിടെ ആരംഭിച്ചു. 4 വർഷം കഴിഞ്ഞപ്പോൾ ഒരു ചർച്ചിന് ആലയത്തിന് സ്ഥലം വേണം. അതിനുവേണ്ടി ഞങ്ങളിങ്ങനെ പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു. ഒരു ദിവസം ഞാനും വൈഫും കൂടെ ഇന്ന് ഉപസിക്കുമ്പോൾ ദൈവം എന്നോടൊരു വചനം ഇടപെട്ടു. എന്റെ കയ്യിൽ അന്ന് പൈസ ഒന്നും വളരെ കുറവാണ്. ശുശ്രൂഷിക്കാൻ കഴിയുമ്പോൾ ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഞാൻ അനുഭവിച്ചു. എന്റെ സ്വന്തം ദേശത്ത് എനിക്കുണ്ടായി ചെറുതായിരുന്നു. ഞാന് 1 കിലോ അരി മേടിക്കാൻ പൈസക്ക് കടം മേടിക്കാൻ ചെന്നിട്ട് അവരെനിക്ക് തന്നില്ല. സ്വന്തക്കോസുകാർക്ക് കടം കൊടുത്തിട്ടുണ്ട്. എന്റെ മുഖത്ത് നോക്കി തുപ്പിയിട്ടുണ്ട് ഈ ദേശത്ത്. ആ ദേശത്ത് തന്നെയാണ് ഞാനിവിടെ ആരാധനയും എന്ന് ചർച്ച നടത്തുന്നത്. അപ്പുറത്തോളം നിന്ന എന്നെ അവർ കൊല്ലാൻ വേണ്ടി എനിക്കെതിരെ കേസുകൾ ഉണ്ടാക്കി ഒരുപാട് പ്രശ്നം ഉണ്ടായി. ബസ് കഴിഞ്ഞ് വരുന്ന ആളുകൾ മുഴുവൻ എന്റെ വീട്ടിലേക്ക് വരുന്നതുകൊണ്ട് ഇവർക്ക് സഹിച്ചു. ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാക്കി. എന്നെ പതിയിരുന്ന കൊല്ല എന്റെ കുഞ്ഞുങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കി. എന്റെ വാഹനത്തിന് പ്രശ്നമുണ്ടാക്കാൻ. അവിടെ ചുറ്റുപാടും എല്ലാവരും കത്തോലിക്കരാണ്. അതെ, കത്തോലിക്കരും യാക്കോബിസുകാരും അങ്ങനെയാണ്. കാരണം ഞാനിവിടെ ജനിച്ചെന്നില്ലെന്നേ ഉള്ളൂ. 12 വയസ്സ് മുതൽ ഞാനിവിടെ ജീവിച്ച. അതുകൊണ്ട് അതുപോലുള്ള ബുദ്ധിമുട്ടുകൾ എനിക്കുണ്ടായി. കാരണം എന്നാൽ അവിടെ നല്ല ദൈവം എന്നെ ഓരോ സമയത്ത് എന്നെ സാക്ഷ്യം പറഞ്ഞാൽ അതൊന്നും പോരാ. കാരണം ഒരുപാട് സാക്ഷ്യങ്ങൾ എനിക്ക് പറയാം. കൊല്ലുമെന്ന് പറഞ്ഞത് അത് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളുണ്ടെങ്കിൽ ചില കാര്യങ്ങൾ ഫാസ്റ്റ് പറഞ്ഞിട്ട്. അതായത് ഞാന് യാക്കോബ സമുദായത്തിൽ നിന്ന് ഒരു വ്യക്തിയെ, അതായത് ഈ ദേശത്ത് ഒരു മല്ലനായ ഒരു മനുഷ്യൻ എന്ന് പറഞ്ഞാൽ, ഞാൻ പേര് പറയുന്നില്ല, ആരുടെ പേര് പറഞ്ഞു, ആ സഹോദരനെ ആരെയും വകവയ്ക്കാത്ത ഒരാളായി. ആ വ്യക്തിയെ ഒരു ദിവസം ഞാന് ഗുജറാത്തിലെ ശുശ്രൂഷ കഴിഞ്ഞിട്ട് ഇവിടെ ഞാന് പേപ്പർ എടുക്കാനായിട്ട് കടയിലേക്ക് വന്നപ്പോ
ഈ സഹോദരൻ അവിടെ ഞങ്ങളെ ഇവിടെ പരിഹസിക്കുന്ന ഒരു വ്യക്തിയാണ്. പെന്തക്കോസ്തുകാരെ കൈയടിച്ച് കയറിയൊക്കെ എന്നെ എപ്പോഴും പരിഹസിക്കും. ഇവനോട് പറഞ്ഞിട്ടുണ്ട്, എനിക്ക് 1,00,000 രൂപയും മാസം 10,000 രൂപയും തരുവാണെങ്കിൽ ഞാൻ നിങ്ങളുടെ സഭയിൽ ഞാനും എൻ്റെ കൂടെ 4 പേരും കൂടെ വരുന്നു എന്നോട് പറഞ്ഞു. ഞാനെന്നാ കവലയിൽ വെച്ച് എന്നെ കൈ ഉയർത്തി പ്രാർത്ഥിച്ചു അവന് വേണ്ടി. ദൈവമേ, നിനക്കുള്ളവരാണിത്, ഇതിനെ ഞാൻ വിലക്കെടുത്തിരിക്കുന്നു, കർത്താവിന്റെ നാമത്തിൽ ഞാൻ ഇതിന് മുദ്രയിടുമെന്ന് പറഞ്ഞിരുന്നു. അപ്പം അതിനുശേഷമാണ് ഇവന് വലിയ പ്രതികൂലമുണ്ടായി. അവനെ ആരൊക്കെയോ കൊല്ലാൻ വേണ്ടിയുള്ള സാഹചര്യങ്ങളൊക്കെ ഉണ്ടായി. ആരൊക്കെയോ ഒരുപാട് പ്രശ്നങ്ങൾ, കടവും ബാധ്യതകളൊക്കെ ഉണ്ടായി. എന്നാൽ ഇവന് കുടുംബസ്വത്തൊക്കെ ഉള്ള ആളായിരുന്നു. പക്ഷെ എങ്കിലും ഇവന് ജീവിക്കാൻ അവിടെ സമ്മതിക്കാത്ത രീതിയിലുള്ള പ്രശ്നമുണ്ടായി. അപ്പോൾ ഇവനെ തൊട്ടടുത്ത് നിൽക്കൊണ്ടാണ് ദൈവത്തിന്റെ ആത്മാവോട് പറഞ്ഞു, ഈ വ്യക്തിയുടെ അവസ്ഥ എനിക്ക് അറിയില്ലായിരുന്നു. പക്ഷെ ഞാൻ അന്ന് വന്നതേ ഉള്ളൂ രാവിലെ. ദൈവത്തിന്റെ പുറത്ത് വിട്ടിട്ട് അതിന്റെ പേര് ഞാൻ വിളിച്ചിട്ട് പറഞ്ഞു, ഞാൻ ഇന്ന് വീട്ടിലുണ്ടാവും, നിന്റെ പ്രശ്നങ്ങൾക്ക് പരിഹാരം തരാൻ ഒറ്റയാൾക്ക് കഴിവുള്ളൂ. നിനക്ക് വിശ്വാസം ഉണ്ടെങ്കിൽ എന്റെ വീട്ടിലേക്ക് വാ, ഇന്ന് ഞാൻ വീട്ടിലുണ്ട്, നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ഞാൻ വീട്ടിലെത്തുന്ന സമയത്ത് നിന്ന് പറയൂ. അന്ന് അവൻ രക്ഷിക്കപ്പെട്ടു, സ്നാനപ്പെട്ടു. ആ ചില ദിവസങ്ങൾ തന്നെ അഭിഷേകം പ്രാപിച്ചു. അങ്ങനെയുള്ള ഒരു സാഹചര്യം വന്നപ്പോൾ ഇവിടുത്തെ ആളുകളെല്ലാം കൂടി ഇളകി. ആർക്കും വേണ്ടാതെ കിടന്ന വ്യക്തിയെ കർത്താവിലേക്ക് ഞാൻ കൊണ്ടുവന്നു കഴിഞ്ഞപ്പോൾ എന്നെ അവർക്ക് ഭീഷണിയായി, എന്നെ കൊല്ലുമായി. എനിക്കെതിരെ കളക്ടർക്കും DSPക്കും പരാതി കൊടുത്തു. എന്നെ കേസിൽ വിളിക്കി. പോലീസുകാര് എന്നെ അന്വേഷിച്ചു. ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഒരു പോലീസ് സ്റ്റേഷനിൽ ഞാൻ കയറി. ആ സാഹചര്യം എന്റെ വീട്ടിൽ വന്നപ്പോൾ എന്റെ കുഞ്ഞുങ്ങളും ഭാര്യയൊക്കെ പേടിച്ചുപോയി. പക്ഷെ അന്ന് എന്തോ ഞാനിവിടെ ഇല്ലായിരുന്നു, പുറത്തായിരുന്നു. ഇവിടുത്തെ പഞ്ചായത്ത് മെമ്പർ എന്നോടൊരു അനുഭവമുള്ള ആളാണ്. അദ്ദേഹം എന്നെ വിളിച്ചു പറഞ്ഞു, മാത്യു, ഒരു കാര്യം ചെയ്യാൻ ഇപ്പൊ വീട്ടിലേക്ക് പോകണ്ട, പോലീസ് അന്വേഷിച്ചു വന്നു. എന്തായാലും അത് കഴിഞ്ഞ് ഞാൻ വന്നു. പിറ്റേ ദിവസം സ്റ്റേഷനിൽ ചെല്ലാൻ വേണ്ടി DSP ആണ് അന്വേഷിച്ചത്. അത്രയും ശക്തമായ കേസാണ് കൊടുത്തത്. എനിക്ക് അമേരിക്കയിൽ നിന്ന് പണം വരുന്നുണ്ട്, അവരെ ബ്രെയിൻ വാഷ് ചെയ്ത് പണം കൊടുത്ത് മതം മാറ്റുന്നു, എന്തൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത്, എന്തൊക്കെയോ പറഞ്ഞ് കംപ്ലൈന്റ് കൊടുത്തിരിക്കുന്നു. അപ്പൊ ഞാൻ പിറ്റേ ദിവസം സ്റ്റേഷനിലേക്ക് എത്തി. അവിടെ ചെന്നപ്പോൾ എന്റെ കൂടെ ഒരാളെ കൂടെ കൂട്ടിക്കൊണ്ട് ഞാൻ പോയായിരുന്നു. പക്ഷെ അദ്ദേഹത്തോട് പുറത്ത് കണ്ടു. എന്നെ അകത്ത് കയറ്റി. എനിക്കൊരു ആത്മധൈര്യം ദൈവം ആദ്യമായിട്ട് സ്റ്റേഷനിൽ കയറുമെങ്കിലും ദൈവം എനിക്കൊരു ബലം തന്നു. ഓരോ ദിവസം അകത്തെ മനുഷ്യൻ ശക്തിയോടെ ബലപ്പെട്ടു. പരിശുദ്ധാത്മാവിനെ ശക്തിപ്പെടുത്തി. അവിടെ DSPയും CA പോലീസുകാരൊക്കെ എന്നെ അതിനെ തിരുത്തി. നിങ്ങളെ നാട്ടിൽ നിന്ന് പണം കൊടുത്ത് പണം മാറ്റുന്നതായിട്ട് അറിയുന്നുണ്ടല്ലോ, ശരിയാണെന്ന് വെച്ചു. ഞാൻ പറഞ്ഞു, സാറേ, എനിക്ക് തന്നെ ജീവിക്കാൻ ആരെങ്കിലും പറഞ്ഞാൽ ഞാൻ ജീവിക്കും. എന്റെ ജോലി എന്റെ വീട്ടിൽ വരുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ. എന്റെ വീട്ടിൽ നിന്ന് എന്നെ വിളിക്കുന്നിടത്ത് പോലും പോകാനുള്ള സമയങ്ങൾ എനിക്ക് കിട്ടുന്നില്ല. പിന്നെ എന്റെ വീട്ടിൽ വന്നാൽ ഞാൻ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാറുണ്ട്. ഞാൻ ആരെയും മതം മാറ്റാറുണ്ട്, മനസ്സ് മാറ്റാറുണ്ട്, മതം മാറ്റാറില്ല. അവരുടെ മനസ്സിനെ അവരുടെ ജീവിതത്തിലെ പ്രശ്നത്തിൽ നിന്ന് ഞാൻ ദൈവസ്ഥനെ പ്രാർത്ഥിക്കുമ്പോൾ അവരുടെ മനസ്സ് മാറുന്നു. അത് ദൈവമായിട്ട് ചെയ്യുന്നു, ഞാനല്ല ചെയ്യുന്നത് എന്ന് ഞാൻ അവരോട് പറയാറുണ്ട്. അവർക്കൊരു കാര്യം മനസ്സിലായി. വളരെ എന്നോട് പറഞ്ഞു, ഞങ്ങളുടെ സ്വത്തിനും വാഹനത്തിനൊക്കെ ഭീഷണിയുണ്ട്, മക്കളെയൊക്കെ സൂക്ഷിക്കണം, എന്തെങ്കിലും വിഷയമുണ്ടെങ്കിൽ ഞങ്ങളെ അറിയിക്കണം, നിങ്ങൾ വെക്കണം. അങ്ങനെയാണ് ഞാൻ രക്ഷപ്പെട്ട് അങ്ങനെ പോകുന്നു. എന്നാൽ എനിക്കെതിരെ കേസ് കൊടുത്ത ആളുകളെ എനിക്ക് പറയാൻ പറ്റുമോ എന്ന് എനിക്ക് അറിയത്തില്ല. ഞങ്ങളുടെ സഭയായിട്ട് 3 വർഷം ഉപവാസിരുന്നു, പ്രാർത്ഥിച്ച നിമിഷം എനിക്കെതിരെ അതിനുവേണ്ടി കേസ് കൊടുത്ത ആളുകള് 3 പേരും ഇന്ന് ഈ ലോകത്തിലില്ല. ദൈവമായിട്ട് ആ കാര്യങ്ങൾ ചെയ്തു. അത്രയും ഞാൻ പറയുന്നു. അതുപോലെ എനിക്ക് പ്രൊട്ടക്ഷൻ തരുന്നു. ഇതുപോലെ ഒരു അനുഭവമല്ല, ഒരുപാട് അനുഭവങ്ങൾ എന്റെ ജീവിതത്തിൽ എനിക്കുണ്ട്. ഞാൻ ഒറ്റയ്ക്ക് എന്റെ വീട്ടില് മറ്റാരും വിശ്വാസമില്ല. എന്റെ മക്കള് 8 മക്കളിൽ 7ാമത്തെ ആളാണ് ഞാൻ മാത്രമേ എന്റെ കോഴ്സുള്ളൂ. എന്റെ ഭാര്യ വീട്ടുകാരെല്ലാം ഒരാൾ ഒഴിച്ചു പോയിട്ടില്ലാലും വിശ്വാസമാണ്. 9 മക്കളുണ്ട്. അമ്മ ഇന്ന് ജീവിച്ചിരിപ്പുണ്ട്, 92 വയസ്സുണ്ട്.
പാസ്റ്റ് സാക്ഷ്യം പറഞ്ഞല്ലോ മുഖത്ത് തുപ്പിയെന്ന്. ആ അപ്പൊ അത് പറയാൻ പറ്റുന്ന ഒരു പേരൊന്നും പറയണ്ട, മുഖത്ത് തുപ്പിയെന്ന് പറഞ്ഞാലൊന്ന് പറഞ്ഞാല്. ഞാന് പെന്തക്കോസ്തിൽ പോയതുകൊണ്ട് ഞാൻ ആ റൂട്ടില് കടയിലേക്ക് സാധനം മേടിക്കാൻ നടന്നു പോയത് ഒരു പെന്തക്കോസുകാരൻ വന്നേക്കാം കാർപ്പിച്ച് ഒറ്റ തുപ്പ്. ഒരു പുതിയ പെന്തക്കോസുകാരൻ വന്നേക്കുന്നത്. ഏത് പെന്തക്കോസ്, എന്ത് പെന്തക്കോസ് എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം പറഞ്ഞു അദ്ദേഹം ഭൂമിയിലില്ല. അങ്ങനെ ഒരുപാട് പേര് നിന്ദിക്കുകയും പരിഹസിക്കുകയും ചെയ്യുന്നു. ഞങ്ങളുടെ ദേശത്ത് ഒരു ദൈവദാസൻ വന്ന് പ്രസംഗിക്കാൻ, ഒരു സുവിശേഷം പറയാനോ പരസ്യം നടത്താനോ ആർക്കും അനുവാദമില്ല. വന്നാൽ അവരെ തെറി പറയുകയും ചീത്ത വാക്കുകൾ ഉപയോഗിച്ച് അവരെ ഓടിക്കുവാൻ. എന്നാൽ അതിനിടയിൽ ഒരു സാക്ഷ്യം ഞാൻ വിട്ടുപോയി. അതായത് ഞാൻ ഈ വിശ്വാസ ജീവിതത്തിൽ സ്ഥാനപ്പെട്ടതിനു ശേഷം ദൈവം വന്ന ഒരു ദർശനം ഉണ്ടായിരുന്നു. 10 വർഷം ഈ ദേശത്ത് സുവിശേഷങ്ങളുണ്ടായിരുന്നു. ഞാൻ കർത്താവ് ചോദിച്ച് എന്നെ ദർശനത്തിൽ കാണിക്കുക 10 വർഷം. അതിന് അടയാളം മോശയ്ക്ക് ദൈവം മോശയിലൂടെ ഫറവോനെടുത്ത് 10 വാഴ അയച്ച ഒരു ഭാഗം എന്നെ ഓർപ്പിച്ചോണ്ടാണ് നീ എന്റെ വചനം ദേശത്ത് വിളിച്ചു പറയണം 10 വർഷം. ഞാൻ കർത്താവ് എനിക്ക് ഇവിടുന്ന് എന്റെ പൈസ ഇല്ല, ഞാൻ എന്ത് ചെയ്യും എന്ന് പറഞ്ഞു. ഞാൻ പറയുന്നത് നീ ചെയ്യുക, അത്രയും പറഞ്ഞു. സത്യം കേട്ടു. അങ്ങനെയാണ് ഞങ്ങൾ 2003 ആദ്യത്തെ കൺവെൻഷൻ നടത്താൻ ദൈവം കൃപ. അന്ന് 75 പേരെ പങ്കെടുത്തുള്ളൂ. ആ പ്രസംഗിക്കാൻ വന്ന ഇവിടെ ഇടുക്കിയിൽ നിന്ന് ഒരു ജോസഫ് എന്ന് പറഞ്ഞ ദൈവാസനായിരുന്നു. അദ്ദേഹം തന്നെ പ്രസംഗിക്കുമ്പോൾ അവിടെയുള്ള ആളുകൾ ചീത്ത വിളിച്ച് കല്ലെറിയുകയൊക്കെ ചെയ്തിരുന്നു. എന്നാൽ പിറ്റത്തെ വർഷം വീണ്ടും ഞങ്ങള് അവിടെ കൺവെൻഷൻ വെച്ചു. സ്ഥലം വാടകയ്ക്ക് എടുത്തിട്ട് അവിടെ അന്ന് പ്രസംഗിച്ച് ഗേബ്രാം പ്രസംഗിച്ചു. അങ്ങനെ 3-ാമത്തെ വർഷം കർത്താവിന്റെ കൃപയാൽ ചർച്ചിന്റെ സ്ഥലത്തിന് വേണ്ടി ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു എന്ന് പറഞ്ഞിരുന്നല്ലോ. അവിടെ നിന്നാണ് പിന്നെ തിരിച്ച് നമ്മൾ ആന്റി വന്ന വിഷയത്തിലേക്ക് പറയുന്നു. അങ്ങനെ ചർച്ചിന്റെ സ്ഥലം എടുക്കാൻ ദൈവം കഴിയും. അതിനെക്കുറിച്ച് 1-2 കാര്യം ഞാൻ പുറകോട്ട് പോകേണ്ടതായ ആവശ്യമുണ്ട്. ദൈവം ചില അത്ഭുതം, ദൈവത്തിന്റെ പ്രവൃത്തിയെ കുറിച്ച് ഉയർത്താൻ വേണ്ടി എനിക്ക് അല്പങ്ങള് പുറകിലേക്ക് പോകേണ്ട ഒരാവശ്യമുണ്ട്. അങ്ങനെ ഞങ്ങള് ഉപവാസം ഇരുന്ന് പ്രാർത്ഥിക്കുന്ന സമയത്ത് പിന്നെ ദൈവത്തിന്റെ ആത്മാവ് എനിക്കൊരു വചനം, ലൂക്കോസിന്റെ സുവിശേഷം 5-ാം അധ്യായം അതിന്റെ 5-ാമത്തെ വാക്യം മുതലാണ്. കാരണം ഇങ്ങനെ ആദ്യത്തെ വാക്യം പറയാൻ ഗണേശ്വരത്ത് തടാകത്തിൽ അവൻ പത്രോസിന്റെ പടവ് 2 പടവുണ്ടായിരുന്നതിൽ ഒന്ന് പത്രോസിന്റെ ആയിരുന്നു എന്ന് പറഞ്ഞു. അതിനുശേഷമായി അതിന്റെ 5-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ കർത്താവ് ആ പടയിൽ സുവിശേഷം അറിയിച്ചു. അതിനുശേഷമായിട്ട് പത്രോസിനോട് അല്പം കൂടെ ആഴത്തിലേക്ക് നീക്കാൻ പറഞ്ഞു. എന്നിട്ട് ആഴത്തിലേക്ക് നീക്കി ശേഷമായി പടവിന്റെ വലതുവശത്ത് വല വീശുവാൻ കർത്താവ് പത്രോസിനോട് പറഞ്ഞു. മീൻപിടുത്തത്തിന് വലയാണ്. അപ്പൊ പത്രോസ് ഒരു കാര്യം പറഞ്ഞു, അതാ രാത്രി മുഴുവൻ അധ്വാനിച്ച് എനിക്കൊന്നും ലഭിച്ചില്ല, എങ്കിലും എന്റെ വാക്കിന് ഞാൻ വലയെടുക്കാം എന്നോട് ദൈവം ഈ വചനം പറഞ്ഞു. അപ്പൊ കർത്താവ് എന്നോട് ആ സ്ഥലം മേടിക്കുന്ന സ്ഥലത്തെ കുറിച്ച് ഒരു കാഴ്ചപ്പാട്, ആ സ്ഥലത്തിന്റെ അവസ്ഥകളും സ്ഥിതികളെ കുറിച്ച് എനിക്ക് തന്നു. അതിന്റെ ഉടമസ്ഥനെ കുറിച്ച് എനിക്ക് വെളിപ്പാട്. എന്നിട്ട് പറഞ്ഞു ആ സ്ഥലത്തിന്റെ വില എനിക്ക് കൃത്യമായി അറിയിച്ചു. 5300 രൂപ അന്നത്തെ വിലയാണ്. 2006 ആ സംഭവം. ഇത് പറഞ്ഞപ്പോ ഞാൻ പറഞ്ഞു, കർത്താവ് ഞാൻ എങ്ങനെ പോയി മേടിക്കും? എന്റെ 500 രൂപയുണ്ട്. എത്ര സെന്റാണ്? ഞാൻ 10 സെന്റിനാണ് അന്ന് ഞങ്ങൾ പ്രാർത്ഥിച്ചത്. പക്ഷേ ഇപ്പൊ 30 സെന്റും ആ സ്ഥലവും അവിടെ എനിക്ക് ലഭിക്കാൻ വേണ്ടിയായി വന്നത്. കാരണം 10 സെന്റ് സ്ഥലം ഞാൻ പ്രാർത്ഥിച്ചു. പക്ഷെ ഞങ്ങള് സഭയായി പ്രാർത്ഥിച്ചു, ഞങ്ങളുടെ ദേവദാസിയും ഞങ്ങളുടെ കുടുംബവും എല്ലാവരും അറിയുന്നവരും പ്രാർത്ഥിച്ചു. ആ ദർശനം വന്നപ്പോൾ ഞാൻ പറഞ്ഞു, കർത്താവേ എന്റെ അടുത്ത് 500 രൂപയേ ഉള്ളൂ, ഞാൻ ഇതുകൊണ്ട് അഡ്വാൻസ് കൊടുത്താൽ ഇന്ന് എനിക്ക് വീട്ടിലേക്ക് ചെറിയ ആവശ്യമുണ്ട്, ഞാൻ എന്ത് ചെയ്യും? വീണ്ടും ദൈവം ഇടപെട്ടു, നീ എന്റെ വാക്കിന് വലയിറക്കും. അപ്പോൾ ദൈവത്തിന്റെ ആത്മാവ് പറഞ്ഞ സമയം തന്നെ ഞാൻ എന്റെ വൈഫിനോട് പറഞ്ഞു, ഏതായാലും ഇനി നമുക്ക് പ്രാർത്ഥിച്ച് നിർത്തിയിട്ട്
നമുക്ക് ആ പൈസ എടുത്ത് കാണിച്ചുള്ള സ്ഥലത്തേക്ക് പോകാം. അങ്ങനെ എന്റെ വീട്ടിൽ നിന്ന് ഒരു 300 മീറ്റർ കഴിയുമ്പോൾ മെയിൻ റോഡ്. ആ മെയിൻ റോഡിൽ ഇറങ്ങിയപ്പോൾ എന്റെ 2 വീലറുമായിട്ട് ഇറങ്ങി തിരിച്ച് അവിടെ ചെന്നിട്ട് ഞാൻ വീണ്ടും ആലോചിച്ചു, ദൈവമേ, ഈ 500 രൂപ കൊണ്ട് ഞാൻ ഈ വിലയ്ക്ക് എന്തെടുക്കുന്നു എന്ന് ചോദിച്ചു. തിരിച്ച് ഞാൻ വീണ്ടും വീട്ടിലേക്ക് വന്നു. വീട്ടിൽ വന്ന് ഇതിനോട് പറഞ്ഞു, നമ്മള് വെറുതെ തോന്നിയാണോ, ഒന്നുകൂടെ പ്രാർത്ഥിക്കാം. ഞങ്ങൾ ഒരുമിച്ച് വീണ്ടും പ്രാർത്ഥിച്ചു. പരിശുദ്ധാത്മാവ് പറഞ്ഞു, നീ സംശയിക്കാതെ എന്റെ വാക്കിന് നീ മലയാളിക്കണം. വീണ്ടും ഞാൻ അപ്പൊ കർത്താവിനോട് ഞാൻ അടയാളം ചോദിച്ചു. ഞാൻ എന്ത് അടയാളം ചോദിച്ചാലും ദൈവം എന്നോട് സംസാരിക്കും. എനിക്ക് ഒരു കൂട്ടിൽ ഒരാൾ വേണം. ഞാൻ റൂട്ടിലിറങ്ങുമ്പോൾ ഒരാളിന്റെ കുറവ്. അപ്പൊ കറക്റ്റ് ഞാൻ വീണ്ടും ആ സ്ഥലത്ത് മേലോട്ടെത്തി. അതിന്റെ ജ്യേഷ്ഠന്മാർന്നവര് കത്തോലിക്കനാണ്, പള്ളിയെ കഴിക്കാറ്. ഞാൻ ചോദിച്ചു, ഞാൻ എന്റെ കൂടെ ഒന്നാണ് സ്ഥലം കച്ചവടത്തിന് വരാൻ. എവിടെയാന്ന് ചോദിച്ചു. ഞാൻ ഒരു ഇന്ന സ്ഥലത്ത് ഇന്നയാളുടെ അടുത്ത്. അത് കച്ചവടം ചെയ്യുന്ന സ്ഥലമാണല്ലോ. അത് 12,000 രൂപയ്ക്ക് കച്ചവടമായിട്ട് അവർ ഒഴിവായി പോയതാണല്ലോ. അന്നേരമാണ് ഞാൻ അറിയുന്നത്, ഈ 12,000 രൂപയ്ക്ക് സ്ഥലം കച്ചവടം ചെയ്ത സ്ഥലം എന്നോട് 5,300 രൂപയ്ക്ക് ദൈവം എന്നോട് വില പറയും. ഉടനെ എന്തായാലും ദൈവം എന്നെ അറിയിച്ച പ്രകാരം ഞങ്ങൾ പോയി അവിടെ ചെന്ന് അദ്ദേഹമായിട്ട് സംസാരിച്ചു. ചേട്ടാ, നിങ്ങളുടെ സ്ഥലം കൊടുക്കുന്നുണ്ട്. കൊണ്ട് ഒരു സെന്റിന് 5,300 രൂപയാണ് വില. ആ വിലയാണ് പറഞ്ഞത്. അപ്പൊ ചേട്ടൻ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അപ്പൊ ഞാൻ ചോദിച്ചു, എന്ത് വില? ഞാനത് 12,000 വിറ്റതാണ്. അവര് മാറിപ്പോയി. അത് ആ വരിക്കാണ്. ഞാൻ പറഞ്ഞില്ല. എന്നോട് ഒരാൾ പറഞ്ഞു വിട്ടിട്ടു, ഒരു സെന്റിന് 5,300 രൂപ വില എന്നോട് പറഞ്ഞിട്ടുണ്ട്. ആ വിലയ്ക്കാണ് ഞാൻ എടുത്തോളൂ. ഇദ്ദേഹം എന്നെ ചീത്തയൊന്നും വിളിച്ചില്ല. ഞാനത് കൊടുക്കുന്നില്ല, ഞാൻ കൊടുക്കുന്നില്ല, നിങ്ങൾക്ക് നമ്മുടെ വഴിക്ക് പോകുന്നു. ഉടനെ ഞാൻ ദർശനം വിളിച്ച് റോഡിൽ അദ്ദേഹത്തിന്റെ വീട്ടിൽ നിന്ന് റോഡിലേക്ക് ഇറങ്ങാൻ ഒരു 100 മീറ്റർ ഉണ്ട്. ഇറങ്ങി വണ്ടി സ്റ്റാർട്ട് ചെയ്യുമ്പോൾ എന്നെ കൈ അടിച്ച് വിളിച്ചിട്ട് വന്നു, അവിടെ നിൽക്കാൻ പറഞ്ഞു. അഡ്വാൻസ് ഉണ്ടാകുന്നു ആ വിലയ്ക്ക്. ദൈവം അറിയിക്കപ്പെട്ട വിലയിൽ അതേ വിലയല്ലാതെ അങ്ങോട്ടോ ഇങ്ങോട്ടോ നീക്കാതെ ഞാൻ പറഞ്ഞു, ദൈവം അവിടെ അത്ഭുതം ചെയ്യുവാൻ. അന്ന് 500 രൂപ അഡ്വാൻസ് കൊടുത്തിട്ട് ബാക്കി പൈസ എപ്പോൾ തരും? ഞാൻ ചോദിച്ചു, ചേർന്ന് എപ്പോഴാണ്? എനിക്ക് 15 ദിവസം കഴിയുമ്പോൾ 25,000 രൂപ, ബാക്കി 4 മാസം കൊണ്ട് വരും. ധാരാളം കൊടുത്തു. ഞങ്ങള് പ്രാർത്ഥിച്ചു. വീട്ടിൽ പോകുമ്പോൾ ഞങ്ങൾ വീണ്ടും പ്രാർത്ഥന സമയം പ്രാർത്ഥിച്ചു. പ്രയർ ഗ്രൂപ്പിന്റെ പ്രാർത്ഥനയിൽ വെച്ചു പ്രാർത്ഥിച്ചു. ദൈവാത്ഭുതകരമായിട്ട് ഞാൻ ഒരുപാട് ആളുകളെ ഫോണിൽ വിളിച്ചതിനോട് പ്രാർത്ഥിക്കാൻ ആവശ്യപ്പെടുമ്പോൾ ദൂരയുടെ ആലോചന കൊടുത്തു. തൃശ്ശൂരുള്ള ഒരു ഡോക്ടർക്ക് വേണ്ടി ചില മാസങ്ങൾക്ക് മുമ്പ് ഞാൻ പ്രാർത്ഥിച്ചു. അദ്ദേഹം ഈ കച്ചവടം ചെയ്ത് ഞാൻ വീട്ടിൽ വരുമ്പോൾ അന്ന് വൈകുന്നേരം എന്റെ ഒരു ചെക്ക് കൊടുത്തു. 15,000 ഒരു ചെക്ക്. ദൈവം മനോഹരമായി കരുതി. ആ പൈസ കിട്ടി. ബാക്കി അടുത്ത ദിവസം തന്നെ വേറെ പൈസ കിട്ടി. 10 സെന്റ് കച്ചവടം പറഞ്ഞ ആ കച്ചവടം 25,000 രൂപ കൊടുത്ത് കഴിഞ്ഞ കഴിഞ്ഞപ്പോൾ ഒരു ദിവസം ഞാൻ അമേരിക്കയിൽ നിന്ന് ഒരാളെ വിളിക്കും. അദ്ദേഹം വിളിക്കാറുണ്ട്. ഞാൻ പേര് പറയാൻ എൻ്റെ ഇപ്പോൾ ഒരു അമ്മകളാണ്. അദ്ദേഹം എന്നെ വിളിച്ചൊരു പ്രാർത്ഥന വിഷയം എന്നോട് പറഞ്ഞു. പ്രാർത്ഥന വിഷയം അദ്ദേഹം പറയുന്നതിന് മുമ്പ് മറ്റൊന്നിന്റെ കാര്യം ദൈവത്തിന്റെ ആത്മാവിനെ അറിയിച്ചു. ഇന്ന വിഷയങ്ങളാണോ നിങ്ങള് ആവശ്യപ്പെടുന്നത്? ഒന്ന്, അദ്ദേഹത്തിന്റെ ഒരു വീട് വർഷങ്ങളായിട്ട് വിൽക്കാൻ കിടക്കുക. 7 വർഷമായി വിൽക്കാൻ പറ്റിയിട്ടില്ല. അതിനെ ഒരു ചർച്ചക്കൂടിന്റെ നമ്പർ 7 വർഷമായിട്ട് ബോർഡ് വെച്ചിരിക്കുന്നു. പക്ഷെ ഒരു ടാക്സ് അടയ്ക്കുന്നു. ഒരുപാട് നഷ്ടത്തിൽ അദ്ദേഹത്തിന്റെ ഒരു ബിസിനസ് വലിയ പരാജയത്തിലാണ്. ഞാൻ ഈ വിഷയം അങ്ങോട്ട് ചോദിച്ചു. അദ്ദേഹം പറഞ്ഞു, അതേ വാസ് അതിനുവേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. നിങ്ങൾ ആ സ്ഥലത്ത് പോകുക, അവിടെ ഞാൻ പ്രാർത്ഥിക്കാം. ആ വീട്ടിൽ കയറിയിട്ട് വിളിക്കാൻ പറഞ്ഞു. വിളിച്ചു, പ്രാർത്ഥിച്ചു. പ്രാർത്ഥിച്ചപ്പോൾ ഇന്നേക്ക് 30 ദിവസമുണ്ട് നിങ്ങൾ ആ വീട് വിറ്റ് ദൈവം അത്ഭുതം ചെയ്യും. അങ്ങനെ വിശ്വസിക്കാൻ പ്രാർത്ഥിക്കാം. ചില ദൈവിക ക്രമീകരണങ്ങളോ ഇന്നതുപോലെ നിങ്ങൾ ചെയ്യണം. ഉടനെ 7 ദിവസം അവിടെ പോയി പ്രാർത്ഥിക്കുക. 7-ാം ദിവസം വീട് തന്നെ വിളിക്കുക. ദൈവത്തിന്റെ കൃപ 20-ാമത്തെ ദിവസം ആ വീട് 20 ശതമാനം യഹോവയ്ക്ക് അത് വിൽക്കാൻ ദൈവം കൃപ ചെയ്തു. കൃപ ചെയ്തപ്പോൾ
ആ വീട് ഞാൻ വിറ്റ് കഴിഞ്ഞപ്പോൾ എന്നോട് ചോദിച്ചു, മാസേ എങ്ങനെയുണ്ട് സ്ഥലം, അവിടെ നിങ്ങൾക്ക് ചർച്ചൊന്നുമില്ല, ഞാൻ അഡ്വാൻസ് കൊടുത്തിരിക്കുക ഒരു 10 സെന്റിന്. എന്ത് വിലയാവും? എത്ര സെന്റ് ഉണ്ട്? 30 സെന്റ്. ആ 30 സെന്റ് എടുത്തു. ദൈവം അത്ഭുതം ചെയ്തു. കർത്താവിന്റെ കൃപയാൽ ആ 30 സെന്റ് സ്ഥലവും ഞങ്ങൾ എടുക്കാൻ ഇടയായി. അന്ന് തുടങ്ങിയ 2006 ആരംഭിച്ച ജോലി ഇന്നും ഞങ്ങളുടെ ചർച്ചിൽ പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. കർത്താവിന്റെ കൃപയാൽ തീർന്നിട്ടില്ല. ചർച്ചിന്റെ പണികൾ കഴിഞ്ഞു. അതിനുശേഷമായി ഇന്നും ഡീഡിഷൻ ക്യാമ്പ് അവിടെ നടക്കുന്നുണ്ട്. എല്ലാ മാസവും 30 പേരെങ്കിലും യേശുവിനെ രക്ഷിതാവായി സ്വീകരിച്ച് അവിടെ ഭൂതങ്ങൾ പുറത്തുപോയി ബന്ധനങ്ങൾ അഴിയപ്പെട്ട് അത്ഭുതമായ വിടുതലും കൗൺസിലിങ്ങും ഒക്കെ അവിടെ നടക്കുന്നുണ്ട്. അതിനിടയിൽ ഞാൻ ഒരു കാര്യം ഓർമ്മിക്കാം. ആ ചർച്ചിന്റെ പ്രവർത്തനത്തിന്റെ ശൈലിയെ കുറിച്ചാണ് ഞാനത് പറഞ്ഞത്. എന്നാൽ ആ ചർച്ചിന്റെ പണി ആരംഭിച്ചു, പണികൾ പൂർത്തീകരിച്ചു. അവിടെ കോവിഡ് കാലം വരെയും ഞങ്ങളുടെ പ്രാർത്ഥന ഗ്രൂപ്പ് വളരെ ശക്തമായി മുമ്പോട്ട് കടന്നുപോയി. ആ പ്രാർത്ഥന ടീമില് ഞങ്ങൾക്കൊരു ചെറിയ കോവിഡ് കാലത്ത് ചെറിയ ക്ഷീണങ്ങൾ ഞങ്ങൾക്ക് സംഭവിച്ചു. എങ്കിലും അതിനുശേഷമായിട്ട് വീണ്ടും ഞങ്ങള് സഭയുടെ ചില ബുദ്ധിമുട്ടുകൾ ഉണ്ടായി. എനിക്ക് അന്ന് ഒരു പുതിയ ഭരണകൂടം നിലവിൽ വന്ന സമയത്ത് അല്പമായി ഞാനൊന്ന് പുറകോട്ട് ചിന്തിച്ചു പോയി. ഞാൻ തനിയെ നിൽക്കുന്ന ഒരു ചർച്ചാണ്. അതിനിടയ്ക്ക് നമ്മുടെ ചർച്ചിന്റെ ഒരു പേര് ഇട്ടത് രഹോബോത്ത് ഡെലിവറൻസ് ഫെലോഷിപ്പ് എന്നാണ് നമ്മുടെ ചർച്ചിന്റെ പേര്. ഇതിടാനുള്ള കാരണം 1 വർഷം പ്രാർത്ഥിച്ചിട്ട് ദൈവം തന്ന ഒരു പേരാണ്. ഇത് ഉൽപ്പത്തി പുസ്തകത്തിലെ ഈ വാക്യം. ആ വാക്യത്തോടു കൂടി രഹോബോത്ത് എന്ന പേര്, അതിന്റെ കൂടെ പിന്നെയും 1 വർഷം പ്രാർത്ഥിച്ചാണ് ഡെലിവറൻസ് എന്ന പേരിട്ടത്. ആ ഡെലിവറൻസ് ഇന്നും നടക്കുന്നു. അത്ഭുത വിടുതലുകളെ സ്വർഗത്തിൽ ദൈവം അനവധി രോഗികളായിട്ടുള്ളത്, അനവധി ഭവനമില്ലാത്തവർക്ക് ഒക്കെ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനൊക്കെ ദൈവം കൃപയിൽ തന്നെ ശക്തമായി ഇടങ്ങളിൽ ശുശ്രൂഷിക്കുക. 2000 ഈ കോവിഡ് സമയം 17 അങ്ങനെ കഴിഞ്ഞു. ആ സമയം കഴിഞ്ഞു. അത് 19 ആയപ്പോൾ ഞങ്ങള് ഈ 16 കാലത്തിൽ എനിക്കൊരു ചെറിയൊരു ബുദ്ധിമുട്ടുകളോട് സംഭവിച്ച കാര്യം പറഞ്ഞുകൊണ്ട് മുമ്പോട്ട് പോകാൻ കർത്താവിനെ ആഗ്രഹിക്കുന്നു. ഭരണകൂടത്തിന്റെ മാറ്റം ഞാൻ പറഞ്ഞു. ഭരണകൂടം മാറിയപ്പോൾ ഞാനൊരു ചർച്ചയോട് അപ്ഡേറ്റ് ചെയ്യാൻ തീരുമാനിച്ചു. സ്വന്തം ബുദ്ധിയിലാണെന്ന് എനിക്ക് തോന്നി. 1 വർഷം പ്രാർത്ഥിച്ചിട്ടും ദൈവം അറിയിച്ചിട്ടില്ല. പക്ഷെ ദൈവം എന്നെ ഏൽപ്പിച്ച ഈ മിനിസ്ട്രിക്ക് അത് തടസ്സമായിരുന്നു. എന്നാൽ ആ മിനിസ്ട്രിക്ക് ഞാന് എന്റെ ആ ചർച്ചും പ്രോപ്പർട്ടിയും 5 വർഷത്തേക്ക് ഏൽപ്പിച്ചു. അങ്ങനെ അവിടുന്ന് ഞാനൊന്ന് അടുത്ത അവരുടെ ഒരു ചർച്ചയിലേക്ക് എന്നെ ട്രാൻസ്ഫർ ചെയ്തു. 2 വർഷം. എന്നാൽ അവിടെ ഉണ്ടാകുന്ന വിശ്വാസികളെല്ലാം ഈ 1 വർഷം 1.5 വർഷം കഴിഞ്ഞപ്പോൾ അവിടുന്നെല്ലാം ഷിഫ്റ്റ് അവരുടെ ചർച്ചയിലേക്ക്. ഒരു ചർച്ചക്കാരിയായി പിന്നെ ദൈവത്തിന്റെ കൃപയാ വിലയും സ്ഥലവും ധരിച്ചു. വലിയൊരു പ്രതിസന്ധിയാണ്. നമ്മൾ വിശ്വസിക്കുന്ന ദൈവജനത്തിന്റെ ഇടയിലുണ്ടായ ഒരു തിക്താനുഭവം ഞാൻ സംഘടനയോ പേരോ ഒന്നും ഞാൻ പറയുന്നില്ല. വളരെ വേദനിക്കപ്പെട്ട കാലം. എനിക്ക് വലിയൊരു ഇടിവ്. കർത്താവിന്റെ ഞങ്ങള് സഹോദരി ഭാര്യയും ആയിട്ട് ഉപസിക്കുകയും പ്രാർത്ഥിക്കുകയും ദൈവം ഞങ്ങളെ കൃപ നൽകി ശക്തിപ്പെടുത്തി വീണ്ടും ഞങ്ങളെ ബലപ്പെടുത്തി. ആ കൃപയാൽ ഇപ്പോൾ ഞങ്ങൾ വീണ്ടും വരാൻ ഇടയായി. അതിനുശേഷമായിട്ട് വീണ്ടും ഞങ്ങള് കൺവെൻഷൻ പറഞ്ഞല്ലോ, 14 കൺവെൻഷൻ നടക്കാൻ തുടങ്ങിയത് ആ ദേശത്ത്. അതിനിടയിൽ ഒരുപാട് കാര്യങ്ങൾ പരിശുദ്ധാത്മാവ് നടത്തിയ അത്ഭുത വിഷയങ്ങള് വീണ്ടും സമയത്തിന്റെ പരിധി ഉണ്ടോ എന്ന് എനിക്ക് അറിയത്തില്ല. ഞാൻ പറയുന്നു കർത്താവിനെ കരുതിയാൽ. അപ്പോ ഞാന് ഇവിടെ ആ പ്രവർത്തനമുള്ളപ്പോൾ സഭയുടെ പണി കഴിഞ്ഞ് പ്രവർത്തനം ആരംഭിച്ചു കഴിഞ്ഞപ്പോൾ കൂടുതൽ പ്രതികൂലങ്ങൾ എനിക്കുണ്ടായി. ഒരു സമുദായ സഭയുടെ നടുവിലാണ് ഈ ചർച്ചകൾ. നല്ല വിശാലമായ മതിലുകൾ കെട്ടി, ചുറ്റുമതിൽ കെട്ടി, ചർച്ചും അതിന്റെ എല്ലാ പ്രവർത്തനങ്ങളും ഉണ്ടായിരുന്നു. അപ്പോൾ തന്നെ പിന്നെ ശേഷമായിട്ട്
ഈ ചർച്ച ഉണ്ടാകുമ്പോൾ എനിക്ക് പല ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കി എനിക്ക് വേണ്ടി നമ്മുടെ ദേശവാസികളും അതുപോലെ തന്നെ ഞങ്ങളോടുള്ള ഈ പ്രവർത്തനം കണ്ട് ഞങ്ങളുടെ കൂട്ടായ്മയുടെ ബന്ധം, ഞങ്ങളൊരു കൂട്ടായ്മ വെച്ച് കഴിഞ്ഞാൽ ഞങ്ങള് ചർച്ചയെ എല്ലാവരും ഒരുമിച്ച് ഭക്ഷിക്കുക, പാനം ചെയ്യുക, ആ ഫാസ്റ്റിംഗ് നടത്തിയാൽ ഉപവാസം വരിക, അനേക ദേവദാസന്മാരും ഞങ്ങളുടെ സംഘടനാ വ്യത്യാസമില്ലാതെ ദേവദാസന്മാർ അനേകർ ഞങ്ങളുടെ കൂടെ പങ്കെടുക്കുകയും വിടുതൽ പ്രാപിക്കുകയും എന്നെ ഇവിടുന്ന് ഒരുപാട് ദേവദാസന്മാർ ശുശ്രൂഷ കഴിഞ്ഞിട്ടുണ്ട്. ഈ ദൈവത്തിന്റെ കയ്യൊപ്പ് പ്രാർത്ഥനയിലൂടെ ഒരുപാട് ദേവദാസന്മാരെ ഒരു വേദിക്ക് ഇറങ്ങിക്കൊണ്ട് പല സ്ഥലങ്ങളിലുണ്ട്, പുറത്തും വിദേശങ്ങളിലും ഒക്കെ ഉണ്ട്. അതുപോലെ ഒരുപാട് ദൈവമക്കൾ അഭിഷേകം പ്രാപിച്ചിട്ടുണ്ട്. ഒരുപാട് ഞങ്ങളുടെ കുടുംബത്തിലുള്ള ജനത്തിന് ദാരിദ്ര്യവും ബുദ്ധിമുട്ടും അനുഭവിച്ച വ്യക്തികൾക്ക് ഞങ്ങളെ പലരെ കൊണ്ട് ഹെൽപ്പ് ചെയ്യിപ്പിച്ച് വീടില്ലാത്തവർക്ക് വീട്, എന്റെ ശുശ്രൂഷ മണ്ഡലങ്ങളിലും ഞാനത് ചെയ്യാൻ മടിച്ചില്ല. അതൊക്കെ വളരെ ബുദ്ധിമുട്ടുകൾ എനിക്ക് ഇന്നത്തെ ഉണ്ടാക്കി. എന്നാൽ അതൊന്നും ദൈവം എന്നെ കൈവിട്ടിട്ടില്ല. കർത്താവിനെ കരുതിയാൽ അവിടെ എല്ലാം ദൈവനെ വിളിച്ച് ഇന്നും വളരെ ശക്തിയോടെ പരിശുദ്ധാത്മാവ് എന്നെ പലയിടങ്ങളിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ ഞങ്ങളടുത്ത് ഒരു അക്ഷരം ഞങ്ങളടുത്ത് പ്രാർത്ഥിക്കണം. അതിന്റെ ഒരു ഭാഗം ഞാൻ ഓർത്തിരിക്കുന്നു. കാരണം 2017 ഒരു കാര്യം പ്രത്യേകിച്ച് ഞാൻ ഈ ഭാഗത്തേക്ക് വരാൻ പെട്ടെന്ന് ഓർത്തിരിക്കുന്നു. കാരണം ഞാൻ വരി വിട്ടു പോകുന്നുണ്ട് പല വിഷയങ്ങള്, അതുകൊണ്ടാണ് അത് അങ്ങനെ പറഞ്ഞു പോകുന്നത്. 2017 ആ ശേഷം വന്നിട്ട് കോവിഡ് കാലം വരെ ബുദ്ധിമുട്ടുണ്ടായി. പിന്നെ ഞങ്ങള് ഒരു കൺവെൻഷൻ, 2 കൺവെൻഷൻ നടത്താൻ ദൈവം കഴിവെടുത്തു. ഈ കൺവെൻഷനില് എനിക്ക് പരിചയപ്പെടാൻ കർത്താവ് കഴിയുന്ന ഒരു റിട്ടയർഡ് കേണലായ ഒരു സുവിശേഷകൻ ഞങ്ങളുടെ കൂടെ വരാനും പ്രാർത്ഥിക്കാനും പ്രവർത്തിക്കാനും വളരെ ആക്റ്റീവായി. അത് 2022 നടത്തിയ ബൈബിൾ കൺവെൻഷൻ എനിക്ക് ദൈവം ദർശനം തന്ന് തോമസ് മാനനുള്ള ദൈവത്തിനെ വിളിച്ച് 2ാം പ്രാവശ്യം നടത്താൻ അവസരം വന്നപ്പോൾ ഞങ്ങള് ഇങ്ങനെ ഒരു കാലഘട്ടത്തിൽ ഈ ഇവാഞ്ചലിസ്റ്റിക് ആണ് പുള്ളി ചെയ്യുന്നത്. പക്ഷെ അദ്ദേഹം വളരെ ശക്തമായി പ്രാർത്ഥിക്കുകയും 80 വയസ്സ് കഴിഞ്ഞു. അദ്ദേഹം ഞങ്ങളെക്കാൾ ശക്തിയോടെ ഞങ്ങളുടെ കൂടെ ഒരുമിച്ച് പ്രവർത്തിക്കുന്ന ഒരു ദൈവദാസനാണ്. സാമുവേൽ എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. അദ്ദേഹം ഞങ്ങളുടെ കൂടിയതിനു ശേഷം ഞങ്ങള് ഒരു ക്യാമ്പ് ധ്യാനം നടത്താൻ ദൈവം കൃപ ചെയ്തു. ആ ക്യാമ്പിലൂടെ ധ്യാനത്തിലൂടെ ഇപ്പോൾ നടക്കുന്ന ക്യാമ്പ് അങ്ങനെ നടക്കുന്നു. അത് അദ്ദേഹം കേണതാണ്. അദ്ദേഹത്തിന് കിട്ടുന്ന പെൻഷന്റെ പൈസ അതിനുവേണ്ടി ഈ ക്യാമ്പിന് വേണ്ടി, ഈ ഡീഷൻ ക്യാമ്പിന് വേണ്ടി ചെലവിടുകയും അങ്ങനെ 3 വർഷമായിട്ട് ഇപ്പോൾ ആ ക്യാമ്പ് നടന്നുകൊണ്ടിരിക്കുന്നു. ഈ ക്യാമ്പിനിടയിലാണ് പലരും വിളിക്കുകയും ഫോണിലൂടെ വിളിച്ച് പ്രാർത്ഥിക്കുന്ന സ്റ്റേറ്റ്സിൽ നിന്നായിട്ടും UK നിന്നായിട്ടായാലും അതുപോലെ ഗൾഫ് രാജ്യങ്ങളിൽ നിന്നൊക്കെ വിളിക്കുകയും പ്രാർത്ഥിക്കുകയും ഇന്ന് ആ ശുശ്രൂഷയ്ക്ക് ഞാൻ പോയിക്കൊണ്ടിരിക്കുന്നു. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഞങ്ങളുടെ അച്ഛൻ, അതായത് എന്റെ ഒരു ഫ്രണ്ട് ഉണ്ട്, ഒരു വക്കീലാണ് അദ്ദേഹം കത്തോലിക്കനാണെങ്കിലും എന്നോട് പ്രാർത്ഥിച്ച് ആലോചന ചോദിക്കാതെ അദ്ദേഹം ഒരു കാര്യം ചെയ്തില്ല. അദ്ദേഹത്തിന്റെ ഹോസ്പിറ്റലും അതുപോലെ തന്നെ ബൈബിൾ കോളേജും ഹോസ്പിറ്റലും അതുപോലെ തന്നെ നേഴ്സിംഗ് കോളേജും ഒക്കെ നടത്തുന്ന ഒരു വ്യക്തിയാണ്. അദ്ദേഹം എന്നോട് പ്രാർത്ഥിച്ച് ആലോചന ചോദിച്ച് മാത്രമേ നടത്തുള്ളൂ. അപ്പൊ ഒരു അച്ഛന് വിശാഖപട്ടണത്തിൽ നിന്ന് ഒരു അച്ഛന് അവരുടെ ട്രീറ്റ്മെന്റിന് വന്നു. അച്ഛനെ എടുത്തു വളർത്തുന്ന ഒരു മകനാണ്. ആ മകന് ട്രീറ്റ്മെന്റ് ആവശ്യമായതുകൊണ്ട് മംഗലാപുരം അതുപോലെ തന്നെ കർണാടകത്തിലെ എല്ലാ ഹോസ്പിറ്റലുകളും മറ്റു ഹോസ്പിറ്റലും ഒക്കെ പോയി 2 വർഷമായിട്ട് ചികിത്സിച്ചിട്ട് ഭേദമാകാത്ത ഒരു രോഗമായിരുന്നു വയറുവേദന. ഈ വയറുവേദന അവന്റെ ജീവിതത്തിലെ ഒരു ഡോക്ടറാകാൻ പഠിക്കുന്ന ഒരു പയ്യനാണ്. അവന് ഈ അസുഖം മാറാൻ വേണ്ടി അച്ഛൻ ഒരേ സ്ഥലത്ത് കൊണ്ടുവന്നു. അച്ഛന് ഇതുപോലെ 80 വയസ്സ് പ്രായമായി. അദ്ദേഹം റിട്ടയർഡാണ് വിശാഖപട്ടണത്ത്. അദ്ദേഹം ഈ വക്കീലിനടുത്ത് കൊണ്ടുവന്നു ബാംഗ്ലൂർ ഹോസ്പിറ്റലിൽ. അവസാന നിമിഷം
അവിടെ വരുമ്പോൾ അവര് 4 ഡോക്ടർമാർ ഇതിനെ പരിശോധിച്ചു, MRI എടുത്തു, ഇതിന് രോഗവുമില്ല. പക്ഷെ ഇതിന് രോഗം മാറുന്നില്ല. അങ്ങനെ ആ സമയത്ത് എന്നെ ഫോണിൽ വിളിച്ചിട്ട് എന്നോട് പറഞ്ഞു, പാസ്റ്ററെ ഒരു പ്രാർത്ഥനാ വിഷയമുണ്ട്, ഇതുപോലൊരു വൈദികൻ ഇവിടെ കൊണ്ടുവന്ന ഒരു പയ്യനാണ്, ഇതിന്റെ വിഷയമാണ്, പാസ്റ്റർ ഒന്ന് പ്രാർത്ഥിച്ചിട്ട് പറയാമെന്ന്. അരമണിക്കൂർ ടൈം ചോദിച്ചു. അരമണിക്കൂർ ടൈം പറഞ്ഞ് പ്രാർത്ഥിച്ചു നോക്കുമ്പോൾ ഞാൻ പറഞ്ഞു, ഇതിന്റെ കൈ ഉദരത്തിൽ ഒരു കൈവിഷമായി കിടക്കുന്നു, പിന്നെ അടയാളം യൂറിൻ പാസ് ചെയ്യാനുള്ള ബുദ്ധിമുട്ടുണ്ട്, അങ്ങനെയുള്ള ചില അടയാളങ്ങൾ ദൈവാത്മാവിനെ കാണിച്ചു. ആ വിഷയങ്ങൾ അവരോട് പറഞ്ഞു കഴിഞ്ഞപ്പോൾ അവര് പറഞ്ഞ ഡോക്ടർമാരും അതുപോലെ തന്നെ അച്ഛനും പയ്യനും പയ്യന്റെ അമ്മയൊക്കെ ഉണ്ട്. അവര് പറഞ്ഞത് ശരിയാണ്, സത്യമാണ്, അടയാളം പറഞ്ഞത്. അങ്ങനെ അപ്പോയിന്റ്മെന്റ് എടുത്തു ഇവിടെ വന്നു. 10 ദിവസം കഴിയുമ്പോൾ ഇവിടെ 3 പേർ അവര് കാറെടുത്ത് ഇവിടെ വന്നു വാസിരുന്നു. 2ാമത്തെ ദിവസം ഞങ്ങളുടെ റിട്ടയർഡ് കേരളന് ഞങ്ങളുടെ കൂടെ പ്രവർത്തിക്കുന്ന ദേവദാസന്മാർ, ഞങ്ങളുടെ കൂടെ റേഡിയോ വിഭാഗത്തുന്ന വിശ്വാസികളെ ശുശ്രൂഷിക്കുന്ന പ്രധാനദാസൻ രാജു പാസ്റ്റർ, അവരുടെ വിശ്വാസികൾ, അതിൽ സെലക്ട് ചെയ്ത കുറച്ച് ആളുകൾ പ്രാർത്ഥന ടീമുകൾ ചിലരിൽ പ്രാർത്ഥിച്ചു. 2ാമത്തെ ദിവസം സ്വർഗത്തിലെ ദൈവം അവനെ അത്ഭുതകരമായി ദൈവം വിടുതൽ കൊടുത്തു. അവരുടെ രോഗം അവനെ വിട്ടുമാറി. എനിക്ക് 6 മാസം കഴിഞ്ഞു, ഒരു കുഴപ്പവും അറിയുന്നില്ല. പക്ഷെ ഇന്നും എനിക്ക് മനസ്സിലാക്കിയിട്ടുണ്ട്, ഇതുപോലെയുള്ള അത്ഭുത വിടുതലുകളാണ് സ്വർഗത്തിലെ ദൈവം കൃപയുന്നത്. കഴിഞ്ഞ ദിവസം എറണാകുളത്തുള്ള ഒരു വ്യക്തി വന്നു, രോഗത്താൽ ഭാരപ്പെട്ട് വന്നു, പ്രാർത്ഥിച്ച് ക്യാമ്പിലിരുന്നു. ഒന്നല്ല 20-25 പേരോളം ഈ ക്യാമ്പിലേക്ക് ഞങ്ങൾ വിളിക്കുന്നത്. ഭക്ഷണവും താമസവും ഫ്രീ ആയിട്ടാണ് കൊടുക്കുന്നത്. ഞങ്ങൾക്ക് വേറൊരു സപ്പോർട്ട് ഞങ്ങൾക്കില്ല. വിശ്വാസത്തോടും പ്രാർത്ഥനയോടും ഞാൻ പറഞ്ഞ ഈ കേണൽ റിട്ടയർഡ് കേണലായിരിക്കുന്ന സമൂഹ സാറിന്റെ എനിക്ക് കിട്ടുന്ന പ്രതിഫലവും മറ്റാരെങ്കിലും എന്തെങ്കിലും നമുക്ക് ലഭിച്ചാൽ അതും കൂടെയാണ് ഞാൻ ചെയ്യുന്നത്. അങ്ങനെ എനിക്ക് ഇപ്പോൾ ഞങ്ങൾക്ക് അവർക്ക് താമസിക്കുന്ന സമയത്ത് അതിന് ടെൻഷീറ്റ് കൊണ്ട് ഞങ്ങൾ താൽക്കാലികമായ 2 ഡോർമെറ്ററി ഉണ്ടാക്കി, ലേഡീസ് ആൻഡ് ജെന്റ്സ്. അവർക്ക് കഴിഞ്ഞ ദിവസം 3 മാസം മുമ്പ് പല സ്ഥലങ്ങളിൽ നിന്ന് ആൾക്കാർ വന്നിട്ട് അവർ കംപ്ലൈന്റ് പറഞ്ഞു. അതിൽ നിന്ന് പനിപ്പ് അല്ലെങ്കിൽ വെള്ളം നേർപ്പ് ചാടി അവർക്ക് നനയുന്നുണ്ട്. പിന്നെ അവർക്ക് കിടക്കാനുള്ള ബെഡ്ഷീറ്റും അവർക്ക് കൊടുക്കുന്ന ബെഡുകളൊക്കെ നനഞ്ഞു പോകും. അതുകൊണ്ട് വരാൻ മടിക്കുന്നു. അങ്ങനെ ഞങ്ങൾ 3 മാസമായി ടീമായിട്ട് ഇപ്പോൾ ഞങ്ങൾ 27 പേര് പ്രാർത്ഥനകൾ ഒരു ദിവസം 4 മണിക്കൂർ 5 മണിക്കൂറോളം കഠിനമായ പ്രാർത്ഥന നടത്തുന്ന ഒരു പ്രയർ ഗ്രൂപ്പ് ഞങ്ങൾക്കുണ്ട്. ഞങ്ങളിലുള്ള ആളുകളൊക്കെ വളരെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന വിഭാഗത്തു നിന്ന് വന്ന ആളുകളും ഒക്കെയാണ് ഏറിയ പങ്കുകളും. അപ്പോൾ തന്നെ ചെറുതായിട്ടുള്ള ആൾക്കാരും മറ്റു ദൈവദാസന്മാരും ഒക്കെ ഈ പ്രയർ ഗ്രൂപ്പിലുണ്ട്. സംഘടന വ്യത്യാസമില്ലാതെ അത് പ്രവർത്തിക്കുന്നു. അതിന് ധ്യാനം 5 ദിനമാണ് നടക്കുന്നത്. ഞായറാഴ്ച ഉച്ചയിൽ നടത്തിയാൽ എല്ലാ മാസത്തിന്റെ അവസാനത്ത് ഈ മാസം 22-ാം തീയതി നടക്കുന്നു. കഴിഞ്ഞ മാസം 22-ാം തീയതി 27 വരെ നടന്നു. 20 ആളുകൾ പങ്കെടുക്കും. മൊത്തം ഞങ്ങൾക്ക് 50 പേര് 60 പേരോളം ഞങ്ങൾക്ക് 5 ദിവസവും ഫുഡ് ഡൊണേഷൻ എല്ലാം ഞങ്ങൾ ക്രമീകരിക്കുന്നുണ്ട്. അങ്ങനെ ആ പ്രാർത്ഥനയിൽ ഉപവാസത്തിലും എനിക്ക് ആ ബിൽഡിങ്ങിന്റെ മുകളില് ചർച്ചിന്റെ മുകളില് ടെൻഷീറ്റ് ഒളിച്ച് പണിയാൻ വേണ്ടി കർത്താവിൽ ആഗ്രഹിച്ചു. വിശ്വാസത്തോടെ ഞങ്ങൾ പ്രാർത്ഥിച്ച് അതിനെ ആരംഭിച്ചു. ഞങ്ങളുടെ അടുത്ത ഒരു സഹോദരി വിശ്വാസത്തിലുള്ള ഒരു സഹോദരി ഒരു ചാപരണം ഗോൾഡ് പണയം വെച്ച് ആരംഭിച്ചു. വിശ്വാസത്തോടെ നിന്റെ പക്കൽ എന്തുണ്ട് എന്ന് ചോദിച്ചപ്പോൾ കർത്താവ് എലീശ പ്രവാചകൻ വിധവയോട് ചോദിച്ചു, നിന്റെ പക്കൽ എന്തുണ്ട്? ഒരു പഴനി എണ്ണയല്ലാതെ ഒന്നുമില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങളും അങ്ങനെ തന്നെ ചെയ്തു, പ്രാർത്ഥിച്ചു തുടങ്ങി. അതിന്റെ പണികൾ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നു. ഈ മാസം ആ ഉള്ള സൗകര്യത്തിൽ വെച്ച് 22-ാം തീയതി മുതൽ ധ്യാനം ആരംഭിക്കുന്നു. കൗൺസിലിങ്ങും അതുപോലെ തന്നെ അതിനകത്ത് കുടുംബ തകർച്ചകളോ മാനസിക പിരിമുറുക്കമുള്ളവർ, വിശ്വാസത്തിൽ അതൃപ്തിയുള്ളവർ, മദ്യപാനം, കടപാനം, ആത്മഹത്യ, ഇങ്ങനെയുള്ളവർക്ക് വേണ്ടി ഡോക്ടേഴ്സ് അടക്കം ക്ലാസ് എടുക്കുന്നു, കൗൺസിലിംഗ് നടക്കുന്നു. ഈ കാര്യങ്ങളൊക്കെ അതിലുപരിയായി
ഭൂതങ്ങളുടെ മേൽ അധികാരം, രോഗികൾക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അത്ഭുതകരമായി ഞങ്ങളുടെ ദൈവാസന്മാരൊക്കെ ഒരു മനസ്സോടെ നിന്ന് ഈ വിഷയത്തിന് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. അങ്ങനെ അത്ഭുതകരമായ വിടുതലുകൾ ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. ആ ശുശ്രൂഷയാണ് ഞങ്ങൾക്ക്. അതോടൊപ്പം തന്നെ ഞാനും പൊതു മീറ്റിങ്ങുകളിൽ കടന്നു പോകുന്നു. ഞങ്ങളുടെ ഡൽഹിയിലുള്ള ജോൺസൺ ആണ് പ്രത്യേകിച്ച് ഈ ജോയിസ് സാക്ഷ്യം പറയാൻ ഞങ്ങളെ ക്ഷണിക്കപ്പെട്ടു. അതിനെ പരിചയപ്പെടുത്താൻ കഴിയാത്തത് ഈ തലത്തിൽ ഞാൻ അദ്ദേഹത്തെയും ഈ നന്ദിയോടെ ഞാൻ സ്മരിക്കുകയാണ് അദ്ദേഹത്തെ. അതുപോലെ ഈ പ്രവർത്തനം ഞങ്ങളുടെ ഈ സാക്ഷ്യം ഞങ്ങൾക്ക് അതിനെ ഓർക്കുന്നു. ദേശത്ത് അമേരിക്കയിലൊക്കെ ഒരുപാട് വീടുകളുണ്ട്, പ്രാർത്ഥിച്ച് അടയാളം പറഞ്ഞു കൊടുത്ത വീടുകൾ അവിടെ പാർക്കുന്നവരുണ്ട്. ഇന്ന സ്ഥലത്ത് ഇന്ന സ്ഥലത്ത് ഇന്ന ഭാഗത്ത് എന്ന് പറഞ്ഞു കൊടുത്ത് അവിടെ അവര് താമസിച്ച് എന്റെ വീട്ടില് അമേരിക്കയിൽ നിന്നും അതുപോലെ തന്നെ പുറത്തുനിന്നുള്ള ആളുകളെ എന്റെ വീട്ടിൽ നിന്നും ഉപവാസമിരുന്ന് പ്രാർത്ഥിക്കുന്ന ഒരു ശുശ്രൂഷയാണ് എനിക്കുള്ളത്. അതുപോലെ തന്നെ ഞാൻ പുറത്തേക്കും എന്റെ ശുശ്രൂഷയ്ക്ക് വിളിക്കുന്നിടത്ത് പോയി അവർക്ക് വേണ്ടി രാമകൻ എന്റെ ഏറ്റവും വലിയ ശുശ്രൂഷ പ്രാർത്ഥനയാണ്. ഇപ്പൊ ഇന്ന് തന്നെ എന്റെ ലിസ്റ്റിൽ ഒരുപാട് പേരുണ്ട്. ഇന്നും യുകെയിൽ നിന്ന് അവര് ബ്രദറെ വിളിച്ച് കഴിഞ്ഞ രാത്രിയും മറ്റേ കുവൈറ്റിൽ നിന്ന് ഒരു സഹോദരി അവരുടെ എക്സാമിന് വേണ്ടി വിളിക്കുകയും അങ്ങനെ വിവിധ ആവശ്യങ്ങൾക്ക് വേണ്ടി, തലമുറയില്ലാത്തവർക്ക് വേണ്ടി, തലമുറയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ച് ബോംബെയിലൊക്കെ ശുശ്രൂഷയ്ക്ക് പോകുമ്പോൾ മക്കളില്ലാതെ ഭാരപ്പെട്ട് 7 വർഷം അനവധി ദേവാസന്മാരെ പ്രാർത്ഥിക്കാനൊക്കെ കഴിയുന്നു. അവിടെ പോയി പ്രാർത്ഥിച്ചിട്ടുണ്ട്. അനേകതി ഡോക്ടേഴ്സ് കണ്ടവരുണ്ട്. പക്ഷേ കർത്താവിന്റെ കൃപയാൽ 3 ദിവസം ഉപവാസം തന്നെ ബോംബെ വാക്കി എന്ന സ്ഥലത്ത് കടന്നു പോകാൻ വേണ്ടിയും വിളിച്ചു. അവിടെ പോയി പ്രാർത്ഥിച്ചു. നിശ്ചയമായിട്ടും അവർക്ക് അവർക്ക് തലമുറ ആ വർഷം തന്നെ ദൈവം ഉണ്ടാകുന്നവർ അങ്ങനെ തന്നെ ദൈവം ചെയ്തു. അങ്ങനെ അടുത്ത് തന്നെ പല ആളുകളും അനുഭവ സാക്ഷ്യങ്ങളിലുള്ളവരുണ്ട്. ഇവിടെ ഒരു സഹോദരി 5 വർഷമായി വിവാഹം കഴിഞ്ഞിട്ട് തലമുറയില്ലാതെ ഭാരപ്പെട്ടു. അങ്ങനെ എന്റെ നമ്പർ ചോദിച്ച് അങ്ങനെ എന്നെ വിളിച്ച് പ്രാർത്ഥിച്ച് അവരെ വരാൻ പറഞ്ഞു വന്നു. പ്രാർത്ഥിച്ചു. അവർക്ക് നിശ്ചയമായിട്ടും അവർക്ക് 2 മക്കളുണ്ട്. അവർക്ക് ദൈവം അത്ഭുതകരമായി എന്റെ പ്രാപ്തി വീഴുവതല്ല, സ്വർഗം തന്ന കൃപയാണ്, ദൈവം തന്ന അഭിഷേകത്തിലാണ്. എനിക്കൊരു പ്രസക്തിയില്ല, ഒരു പേരും പറയാനില്ല, ഞാനൊന്നും ആളല്ല. എനിക്ക് വസിക്കുന്നത് അവന്റെ കർത്താവായ യേശു ക്രിസ്തു മാത്രമാണ്. അവൻ ആ ദൈവത്തിൽ നിന്ന് മാത്രമേ കൃപയിൽ ശക്തിപ്പെട്ട് ആത്മാവിന്റെ നിറവിൽ നിന്ന് ഒടുവിൽ കർത്താവിലും അവന്റെ അമിത ബലത്തിലും ശക്തിപ്പെടുന്നു. ഞാൻ എന്നെ കേൾക്കുന്ന ഈ ജോസഫ് ടിവിയിലെ പ്രേക്ഷകരോട് എനിക്ക് പറയാനുള്ളതും ഇത് തന്നെയാണ്. പ്രിയമുള്ളവരെ, നിങ്ങൾ ഭാരപ്പെട്ടിരിക്കുന്ന ഏത് വിഷയത്തിനാണോ, ഏത് പ്രശ്നത്തിലാണോ, നിങ്ങളുടെ ഏത് ആവശ്യങ്ങളാണോ, ആ വിഷയത്തിന് വേണ്ടി നിങ്ങൾ ഭാരപ്പെടേണ്ട. നിങ്ങൾക്ക് പ്രാർത്ഥിക്കുവാൻ ഞങ്ങളും തയ്യാറാണ്, പ്രാർത്ഥിക്കും. നിശ്ചയമായും ഇന്ന് മുതൽ ഈ സാക്ഷ്യത്തിലൂടെ എനിക്ക് അവസരം നൽകപ്പെട്ട പ്രത്യേകപ്പെട്ടവർക്ക് വേണ്ടിയും അതുപോലെ ഈ ജോസഫ് ടിവിയും അതിനെ കൂടെ പ്രവർത്തിക്കുന്ന അനേകരുണ്ട്. ആ പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയും ഞങ്ങൾ പ്രാർത്ഥിക്കുന്നവരെയും ഞങ്ങളുടെ പ്രയർ ഗ്രൂപ്പിന് പ്രത്യേകമായിട്ടും ഓർക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുക. ഞങ്ങളുടെ കൂട്ടായ്മയുള്ള അതുപോലെ തന്നെ പ്രവർത്തന ശ്രേണികൾ ഇപ്പോൾ നടക്കുന്ന ഞങ്ങളുടെ പ്രാർത്ഥനകള് ഈ എല്ലാ മാസവും 2ാം ശനിയാഴ്ച, ഈ കഴിഞ്ഞ ഇന്നലെയും ഇവരുടെ ശനിയാഴ്ച ഞങ്ങളുടെ ഒരു പ്രാർത്ഥന ഇവിടെ ഉണ്ടായിരുന്നു. അതിലും 10-40 പേരോളം പങ്കെടുത്തു. തുടർന്നും ആ ശുശ്രൂഷകളുടെ പല സ്ഥലങ്ങളിൽ നിന്ന് ആളുകൾ കടന്നു വരാൻ കർത്താവ് കൃപ ചെയ്തിട്ടുണ്ട്. അവൻ ഈ നാളുകളിൽ കർത്താവ് നമ്മെ അനുഗ്രഹിക്കപ്പെടേണ്ട ശുശ്രൂഷകൾ ചെയ്യുവാൻ വീണ്ടും ശക്തരാക്കാൻ ഞങ്ങളുടെയും പ്രാർത്ഥന ഞങ്ങൾക്ക് ആവശ്യമാണ്. ഞങ്ങൾ ഏത് പ്രശ്നങ്ങൾക്കും ഞങ്ങളോടുകൂടെ പ്രാർത്ഥിക്കും. ദൈവനാമത്തിൽ ഞാൻ ഓർമ്മിപ്പിക്കുന്നു. ചുരുക്കത്തിൽ പറയട്ടെ, ഈ മെസ്സേജുകള് കേൾക്കാൻ പ്രാർത്ഥനയും മെസ്സേജും അതുപോലെ ദർശനം, വെളിപ്പാടും പ്രവചന ശുശ്രൂഷകളും കൊണ്ട് ദൈവം നിങ്ങളെ തന്നിരിക്കുന്ന കാഴ്ചപ്പാടനുസരിച്ച് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമെന്ന് അതോടൊപ്പം പറയുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. അവസരം വെക്കപ്പെട്ട പ്രിയപ്പെട്ട ഈ ആന്റിയും ദേവദാസിനെയും ഒക്കെ ഞാൻ ഓർക്കുകയും ചെയ്യുന്നു. ഞാൻ ഒരു വാക്ക് പ്രാർത്ഥിക്കുവാൻ കർത്താവിൽ ആഗ്രഹിക്കുന്നു.
സഹായിക്കട്ടെ. പരിശുദ്ധനും നിത്യനുമായ സ്വർഗീയ ഞങ്ങളുടെ നല്ല ദൈവമേ, നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ ഞങ്ങൾ ദൈവത്തെ സ്തുതിക്കുന്നു. അവൻ ദൈവത്തിന്റെ ആ വലിയ കൃപ ഈ ദിവസങ്ങളിൽ ഉണ്ടാകട്ടെ. ഞങ്ങളെ ഏൽപ്പിച്ച ആ ദൗത്യവും ഉത്തരവാദിത്വങ്ങളിലൂടെ വീണ്ടും ഞങ്ങൾക്ക് മുന്നേറുവാൻ ഈ ഒരു അവസരം, ഞങ്ങളുടെ ഈ ചെറിയ സാക്ഷ്യം, ഞങ്ങൾക്ക് ദൈവം ചെയ്ത ഉപകാരങ്ങൾ, ഞങ്ങളിലൂടെ ദൈവം ചെയ്ത പ്രവൃത്തികൾ, കർത്താവിന്റെ നാമത്തെ ഉയർത്തുവാൻ ദൈവം തന്ന ഈ സാക്ഷ്യം അനേകർക്ക് ഇത് പ്രയോജനമാകട്ടെ. അനേക പ്രേക്ഷകർക്ക് ഇതൊരു ആമേൻ കർത്താവെ അനുഗ്രഹമായി തീരട്ടെ. കർത്താവിന്റെ നാമത്തിൽ ദൈവത്തെ ഉയർത്തുവാനും കർത്താവിന്റെ മഹത്വം വെളിപ്പെടുത്തുവാനും ഇത് ഇടയാകട്ടെ എന്നും ഞങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. എല്ലാ പ്രിയപ്പെട്ടവരെയും ഒരിക്കലൂടെ സമർപ്പിക്കുന്നു. കർത്താവ് എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ എന്ന് അതിനോട് എന്റെ വാക്കുകൾ നിർത്തുന്നു. ദൈവം അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.